ഈശ്വര, മണി 8 കഴിഞ്ഞു. എനിക്കിന്ന് കടവാസാന്റെ എക്സ്ട്രാ ക്ലാസ് ഉള്ളതാ. എന്നാ നീ തയ്യാറായിക്കോ. ഇനിയിപ്പോ അവിയലൂടെ ഇല്ലേ ഉള്ളൂ. അത് ഞാൻ ഏറ്റു. ഇനി ഏട്ടന്റെ ഡ്രസ് തേക്കണ്ടേ? ഞാൻ കൂടെ സഹായിക്കാം. വെറുതെ ക്ലാസ് മുടക്കണ്ട പെണ്ണെ. കടുവാ സാറാ തല്ലും. ഓ, എന്നെ തല്ലയൊന്നുമില്ല. ഞാനിപ്പോ സാറിന്റെ പെറ്റാ. അത് കള്ളം. അതേന്നേ, 2 ദിവസത്തിന് മുമ്പ് സാറൊരു ചോദ്യം, ഭാവിയിൽ ആരാകാനാ ആഗ്രഹം എന്ന്. സുമിത്രയ്ക്ക് എഞ്ചിനീയർ, കാവ്യക്ക് ഡോക്ടർ. ഞാൻ പറഞ്ഞു എനിക്ക് സാറിന്റെ പേര് വലിയ സാറായ മതിയെന്ന്. അതോടെ കടുവ ഫ്ലാറ്റ്. അമ്പടി കേമി. എന്നാ ചട്ടി അടുപ്പത്ത് വെച്ചാ കടുകൊന്ന് വറുത്തേ. അല്ലേ ചേച്ചി, നമ്മുടെ വീട്ടിൽ മിക്സി വാങ്ങിച്ചു വെച്ചിരിക്കുന്നേ വെറുതെ കാണാൻ വേണ്ടിയാണോ? ഏട്ടൻ പറയുന്നതിലൊക്കെ കാര്യമുണ്ട്. നല്ല രുചി വേണമെങ്കിൽ അമ്മി തന്നെ അരയ്ക്കണം. ഒയ്യോ, ഏട്ടൻ ഇന്ന് നേരത്തെ ഓഫീസിൽ പോകണ്ടാണല്ലോ. ഏട്ടാ, കുളി കഴിഞ്ഞോ? കഴിയാറായി. ഒന്ന് വേഗം വന്നേ. അവയിലിന് ഇത്ര അറിഞ്ഞാ മതിയോ നോക്ക്. മതി, ധാരാളം മതി. കാണാതെ എങ്ങനെ മനസ്സിലായി? അമ്മിയുടെ ശബ്ദം കേട്ടാൽ അറിഞ്ഞൂടെ കുട്ടാ? ഓ, കാതുകൊണ്ട് പാകം ചെയ്യുന്നൊരു പാചക വിദഗ്ധൻ. ഏട്ടൻ റെഡി. കാപ്പി എടുത്തു വെച്ചോ. വേഗം ആവട്ടെ മക്കളെ. എടുത്തു വെച്ചു. ആ, റെഡി റെഡി റെഡി. ഇന്ന് സ്പെഷ്യല് ഏട്ടൻ ഇഷ്ടപ്പെട്ട തക്കാളി കറിയാ. ആഹാ, ഇവളെ തൊടിയിച്ചിട്ടില്ല. എന്റെ സ്വന്തം പാചകവാ. എങ്ങനെയുണ്ടെന്ന് നോക്ക്. അസല് ഗംഭീരം. ഇന്നെങ്കിലും ഏട്ടനൊരു നല്ല അഭിപ്രായം പറഞ്ഞല്ലോ. ഉപ്പ് കുറച്ചെങ്കിലും ഇട്ടിരുന്നെങ്കിൽ ഒന്നുകൂടെ നന്നായിന്. തുടങ്ങി കുറ്റം പറിച്ചില്ല. ഇനി എന്തെങ്കിലും മുളക് ഇടാൻ മറന്നോ? പക്ഷെ സാരമില്ല, അതിന്റെയൊക്കെ കോട്ടം തീർക്കാൻ വേണ്ടി പുളി കാര്യമായിട്ട് തട്ടിയിട്ടുണ്ടല്ലോ. തനിച്ചുണ്ടാക്കിയപ്പോഴേ ഞാൻ പറഞ്ഞതാ. എത്ര പ്രാവശ്യം ഏട്ടൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളതാ. 2 പേർക്കും എല്ലാം അറിയാവുന്ന ഭാവം. എന്നെ ഒന്നും ചെയ്യാനും സമ്മതിക്കില്ല. എന്നാ ഒരു ജോലിക്കാരിയെ വെക്കാന്ന് വെച്ചാലോ? അതും വേണ്ട. ഓ, പിണങ്ങിയോ? മക്കളെ, പെൺകുട്ടികളായ നന്നായിട്ട് പാചകം അറിഞ്ഞിരിക്കണം. അന്യരുടെ വീട്ടിൽ ചെന്ന് കയറേണ്ടതല്ലേ? ഭർത്താവിന്റെ വീട്ടുകാർ ആദ്യം നോക്കുന്ന പുതുപ്പെണ്ണിന്റെ പാചകമായിരിക്കും. അത് ശരിയല്ലെങ്കിൽ പിന്നെ അവിടെ നിന്നായിരിക്കും അമ്മായിമ്മ പോരിനെ നാത്തും പോരിന്റെ ഒക്കെ തുടക്കം. അതൊക്കെ ഒഴിവാക്കാൻ വഴിയുണ്ട്. അതെന്താ? ഏട്ടനെ പോലെ നന്നായിട്ട് അടുക്കള പാചകം അറിയാവുന്നവർക്ക് ഞങ്ങൾ കിട്ടിച്ചു കൊടുത്താൽ മതി. മർമ്മം ഗോപാലുള്ള ഇനി എഴുന്നേറ്റില്ലേ? അച്ഛൻ എപ്പോഴേ എഴുന്നേറ്റ് കസരത്ത് തുടങ്ങി. ഇങ്ങനെ 101 പ്രാവശ്യം അമരുകയും നിവരുകയും ചെയ്ത ജാനുവിന് നല്ല ബലം കിട്ടും. കസർത്തെടുക്കാൻ നമ്മളും ബലമെല്ലാം ജാനുവിനും. ഏതാ ശനി ജാനു? അയ്യടാ, എടോ, ഈ ജാനു എന്ന് പറയുന്ന ഒരു മർമ്മത്തിന്റെ പേരാ. ഗുദം വസ്തി നാഭി ഹൃദയം, സ്തനമൂലം സ്തനരോഹിതം, അപാരാജം ജാനു എന്നിങ്ങനെ 107 മർമ്മങ്ങളുണ്ട്. അതിൽ തന്നെ സദ്യപ്രാണഹരം, കാലാന്തരപ്രാണഹരം എന്നീ ഉപവകുപ്പുകളുണ്ട്. ക്ഷതം പറ്റിയ ഉടനെ തട്ടിപ്പോകുന്നത് സദ്യപ്രാണഹരം, കാലം കഴിഞ്ഞ് തട്ടിപ്പോകുന്നത് കാലാന്തരപ്രാണഹരം. സർവീസിലായിരുന്നപ്പോ പല കൊലകൊമ്പന്മാര് ഞാൻ മുട്ടുകുത്തിച്ചിട്ടുള്ളത് കാലാന്തര പ്രാണഹര മർമ്മത്തിനിട്ട് കുത്തിയിട്ടാ. അതുകൊണ്ടാണല്ലോ ആശാൻ മർമ്മം ഗോപാലപിള്ള എന്നറിയപ്പെടുന്നത്. അതേടോ, ഇപ്പോഴൊരു 10-20 പേര് വന്നാലും ഞാൻ ചൂണ്ടി നിർത്തും. ഒരു ചൂണ്ടുവർമ്മം പഠിപ്പിച്ചു തരൂ ആശാനെ. അയ്യാ, അത് തന്റെ ഭാര്യക്കിട്ട് ചൂണ്ടല്ലേ? അതിന് ഫീസ് വേറെ വേണം. ഇപ്പൊ തൽക്കാലം ജാനുവിനെ മുറുകെ പിടിച്ചോ. സ്റ്റാർട്ട്. ഓ ചേച്ചി, പതുക്കെ. മുടി കെട്ടാനാ പറഞ്ഞത്, പിഴുതെടുക്കാനല്ല. ഈ ആണുങ്ങൾക്കൊക്കെ എന്തൊരു സുഖ. ചീപ്പെടുത്ത് 2 പിടി കഴിഞ്ഞു. ഇപ്പം മുടി പിന്നി കിട്ടുന്ന ആണുങ്ങളും ഉണ്ടടി. പങ്കെന്നാ പറയുന്നേ. ഓ, പതുക്കെ. കണ്ടില്ലേ, ഒട്ടും ശരിയായില്ല. നീ എന്താടി സൗന്ദര്യ മത്സരത്തിന് പോവാണോ? ഒന്ന് പോ ചേച്ചി. ഏട്ടാ, ഞാൻ വിളിക്കാം. എന്താ ഇവിടെ പ്രശ്നം? കണ്ടില്ലേ ഏട്ടാ, മുടി കെട്ടി വെച്ചിരിക്കുന്നത്. നന്നായില്ലേ ഏട്ടാ? നന്നായില്ല. കുട്ടന്റെ മുഖത്തിന് യോജിക്കുന്ന ഇരട്ടപ്പിരിയ. അല്ലെങ്കിലേ അവൾക്കൊരു പിരി ഇളകിയതാ. ഏട്ടൻ ഇനി ഇരട്ടപ്പിരിയുടെ ആക്കിയാലോ? ഇതിപ്പോ സ്കൂളിലൊരു ഫാഷൻ ആയിരിക്കാം. കൂട്ടുകാരികളുടെ ഒക്കെ ഞാൻ പറഞ്ഞു ഏട്ടൻ എന്റെ മുടി കിട്ടുന്നതെന്ന്. അപ്പൊ അവർക്കൊക്കെ അത്ഭുതം, ആണെങ്കിൽ ഇങ്ങനെ മുടി കിട്ടുമെന്ന്. അസൂയ. അയ്യോ, സുഖിപ്പിക്കില്ലേ കുട്ടാ. ഒരുപാട് പൊന്തിച്ചാലേ ഏട്ടന്റെ തല ടെറസിൽ മുട്ടും. ഞാൻ കാര്യമായിട്ടാ പറഞ്ഞത്. ഏട്ടൻ അറിയില്ലേടി നിന്നെ. എന്തായാലും എന്റെ ഈ കേശാലങ്കാര പണിയൊക്കെ കുറച്ചു ദിവസം കൂടി മതിയല്ലോ. അത് കഴിഞ്ഞാലോ? ഏട്ടത്തി വരാൻ പോവല്ലേ. പിന്നെ കണ്ണെഴുത്ത്, പൊട്ടുതൊടിയില്, മുടികെട്ട്, തേന്നോട്ടം ഒക്കെ ഏട്ടത്തി നോക്കിക്കോളും. കണ്ടറിയാം. വലിയ പോലീസ് ഓഫീസറുടെ മോളാ. നല്ല പത്രാസുകാരിയായിരിക്കും. അങ്ങനെ പത്രാസ് കണ്ട് മയങ്ങുന്നവനൊന്നും അല്ല ഏട്ടനെന്ന് എന്റെ കുട്ടന്മാർക്ക് അറിയില്ലേ. പാവമാ. അതുകൊണ്ടല്ലേ ഏട്ടൻ സമ്മതിച്ചത്. അഥവാ അല്പം കുഴപ്പമുണ്ടെങ്കിലും ഞങ്ങള് ശരിയാക്കി എടുത്തോളാം എന്ന് വെച്ച് നാത്തും പോരൊന്നും അല്ല കേട്ടോ. അയ്യ, സമയായി. ചെല്ല് ചെല്ല്. അയ്യോ, വാ.
അച്ഛാ കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്, കഴിക്കണം. പിന്നെ നല്ല വിശപ്പുണ്ട്. കാണുമല്ലോ, നാട്ടുകാരെയൊക്കെ മർമ്മം പഠിപ്പിക്കുന്നതല്ലേ. ആ പിന്നെ ഉച്ചയ്ക്ക് രസായനം കഴിച്ച് ഫിറ്റായി ഉണ്ടാതെ കിടന്നേക്കരുതേ. ഉം. സമയത്ത് ആഹാരം കഴിച്ചില്ലെങ്കിലേ മർമ്മം ഗോപാലപിള്ള വെറും ചർമ്മം ഗോപാലപിള്ള ആയിപ്പോ. പോ അസത്തെ. ചാച്ചാ. ചുമ്മാ കേട്ടുകൂട്. അച്ഛനായാലും സ്വന്തം ഇടം വിട്ടു കൊടുക്കരുത്. ടാറ്റാ. ഓടി. അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നെ കാണുമ്പോ ഇങ്ങനെ സല്യൂട്ട് ചെയ്തെന്ന്. അച്ഛൻ മകനെയല്ല റിട്ടയർഡ് ഹെഡ് കോൺസ്റ്റബിൾ കമ്മീഷനാണ് സല്യൂട്ട് ചെയ്തത്. അല്ലെങ്കിലും കാക്കി ഇട്ടവൻ കാക്കി കണ്ടാ സല്യൂട്ട് ചെയ്ത് പോവും. IPC മതി. യെസ് സാർ. ഞാൻ നിന്നോട് പറഞ്ഞാണല്ലോ ആ സർക്കിൾ ചക്രപാണിയുടെ കാര്യം. അച്ഛൻ സർവീസിലിരിക്കുമ്പോ അവൻ കുറെ കാലം SI ആയിട്ടിരുന്നിട്ടുണ്ട്. അന്ന് അവൻ എന്നെ ഒരുപാട് തന്തയ്ക്ക് വിളിച്ചതാ. അതിന്റെ ഒക്കെ മുതലും പലിശയും ചേർത്ത് നീ അങ്ങ് വിളിച്ചേക്കണം. അവന്റെ തന്തയും തന്തയുടെ തന്തയും അല്ലെങ്കിൽ വേണ്ട കുടുംബം അടക്കങ്ങ് വിളിച്ചേക്കണം. അതിനെന്തെങ്കിലും കാരണം വേണ്ടേ? ഡിപ്പാർട്ട്മെന്റിൽ കീഴുദ്യോഗസ്ഥരെ തെറി വിളിക്കാൻ മേലുദ്യോഗസ്ഥന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. എന്തെങ്കിലും കാരണം കണ്ടെത്തി 4 തെറിയൊക്കെ വിളിച്ചേക്കണം. എന്താ മറക്കാതെ തന്നെ വിളിക്കൂ. യാതൊരു കാരണവുമില്ലാതെ മറ്റൊരുത്തിനെ തെറി വിളിക്കുന്നത് IPC എത്രാം വകുപ്പിൽ വരും? ഹെഡ് കോൺസ്റ്റബിളെ ചായ തണുത്തു പോകും. തണുത്തോട്ടെ അച്ഛാ. കാക്കിയിട്ട പോലീസ് ഉദ്യോഗസ്ഥന്റെ നാവിൽ നിന്ന് വരേണ്ടതേ തെറിയല്ല, തിയറിയ. അണ്ടർസ്റ്റാൻഡ്? യെസ് സാർ. സൽപ്പേര് വന്നില്ലടോ? സൽപ്പേരിയേട്ടൻ തയ്യാറായിക്കൊണ്ടിരിക്കുക. അയാൾ എന്നും ലേറ്റ് ആണല്ലോ. ഒരു ഭാര്യയും 2 കുട്ടികളും ഉള്ള എനിക്ക് സമയത്ത് ഇറങ്ങാൻ പറ്റണില്ല. അപ്പോ 2 ഭാര്യ 7 മക്കളും ഉള്ള സൽപ്പേരിയേട്ടന്റെ കാര്യം. അച്ഛാ ആ പട ഇറങ്ങി കഴിഞ്ഞു. ഒന്ന് നിന്നേ, ബട്ടൺസ് ഇട്ടോട്ടെ. പപ്പ ഫോൺ ബോക്സ് വാങ്ങാൻ മറക്കല്ലേ. ഇല്ല മോളെ. എന്റെ ക്രിക്കറ്റ് ബോളിന്റെ കാര്യം ഓർമ്മയുണ്ടടാ. പപ്പ കളിക്കൊടുക്ക. അയ്യോ കേട്ടടാ. സഞ്ജുവിന്റെ മരുന്നിനുള്ള തുണ്ട് പോക്കറ്റ് വെച്ചിട്ടുണ്ട്. കണ്ടു. മഞ്ജുവിന് മഞ്ഞ ഫ്രോക്ക് വാങ്ങണേട്ടാ. കുഞ്ചുവിന്റെ കുത്തിവെപ്പ് നാളെയല്ലേ? ഓ ആശ്വാസം. സമയമായി. വേഗം ചെല്ല്. എന്താടോ വൈകിയത്? സർ, 1-ാം ഭാര്യ മീനാക്ഷിയുടെ മക്കളുടെ ആവശ്യങ്ങളുടെ ലിസ്റ്റും 2-ാം ഭാര്യ കാമാക്ഷിയുടെ മക്കളുടെ ആവശ്യങ്ങളുടെ ലിസ്റ്റും 1-ാം ഭാര്യ. മതിയിടോ. സർ. അപ്പൊ പതിവ് കാരണങ്ങൾ തന്നെ. പാൻസിന്റെ സിബിട്. സോറി സർ. താങ്ക് യു സർ. Good morning. സാർ, ആ പെൺകുട്ടി ഇനി എത്തിയിട്ടില്ല. തനിക്ക് എപ്പോഴും പെൺകുട്ടികളുടെ ഓർമ്മയുള്ളൂ. പാടുന്ന പെൺകുട്ടിയുടെ കാര്യമാ. അവളെ കസ്റ്റഡിയിൽ എടുക്കാൻ രാമകൃഷ്ണൻ പോയിട്ടുണ്ട്. ഓക്കെ, വേറെ വകുപ്പുകളുണ്ടല്ലോ. അതെന്തായി? അത് ദാമോദരന്റെ ചാർജിലുള്ള കേസാ. അവനും അന്വേഷണത്തിന് പോയിരിക്കുക. അറേഞ്ച്മെന്റ്സ് ഒക്കെ റെഡി ആവുമ്പോൾ അറിയിച്ചാൽ മതി. സാർ, എന്റെ കോൺസ്റ്റബിൾ ഭാര്യ കാമാക്ഷിയുടെ അനിയത്തി ഒരു വിശാലാക്ഷി ഉണ്ട്. സംഗീത കോളേജിൽ പഠിക്കുക. നന്നായിട്ട് പാടും. നമുക്ക് അവളെ കൂടി ഒന്ന് സൈരിപ്പിച്ചൂടെ സാർ? തന്റെ ഭാര്യയുടെ അനിയത്തിയല്ലേ? അതെ സാർ. അത് വേണ്ട. അയ്യോ, അതെന്താ സാർ? തനിക്കിപ്പൊ തന്നെ 2 ഭാര്യമാരില്ലേ? ഇനി എണ്ണം കൂട്ടണ്ട. യെസ് സാർ. 2 ഭാര്യ ഉണ്ടെന്ന് പറഞ്ഞങ്ങനെ വാരണ്ട. അതി സൽപ്പേര് സദാനന്ദന്റെ കഴിവ്. അതാണെന്താ? നോ സാർ. കേട്ടോ? ഭാഗവതിരി മാമ ഒന്ന് വേഗം വാ. വരുന്നതൊക്കെ കൊള്ളാം. എന്റെ മോക്ക് പറഞ്ഞു സമ്മതിച്ച കാശ് കിട്ടണം. അവളെ സിനിമയെ പാടാൻ വിളിച്ചതാ. ചിത്രയ്ക്ക് പകരമായിരിക്കും. ആ തന്നെ. അയ്യോ, പിന്നെ എന്താ പോവാത്തത്? വീട് വിട്ട് പുറത്തു പോവാൻ മോക്ക് ഇഷ്ടമല്ല. അമ്മയെ പിരിയാൻ പ്രയാസമാ. അതുകൊണ്ടാ. മാമൻ വിഷമിക്കേണ്ട. മാമന്റെ മോക്ക് നല്ലൊരു ഭാവി ഞങ്ങൾ ഉണ്ടാക്കി തരും. പിന്നെ വെറുതെ കശപിശ ഉണ്ടാക്കാതെ വാ മാമ, വാ. DGPയുടെ മോളെ, ഇന്നെന്റെ കുട്ടന്മാര് പറഞ്ഞത് കേട്ടില്ലേ? നാത്തും വലിയ പത്രാസുകാരിയായിരിക്കും. ആണോ? വലക്കല്ലേ മോളെ. ഏയ്, നല്ലവളാ. മോന്ത കണ്ടറിയില്ലേ? ആ കുട്ടിയെ ഇനി നോക്കണ്ട സാർ. അവൾ ഗർഭിണിയാണ്. ഗർഭിണിയോ? സാറിന് വിഷമം ഉണ്ടാകുമെന്നറിയാം. നിങ്ങൾ തമ്മിൽ നല്ല കോമ്പിനേഷനിലായിരുന്നല്ലോ. സഹകരിക്കാൻ പറ്റാത്തതിൽ ആ കുട്ടിക്കും വിഷമമുണ്ട് സാർ. സാറിനോട് മാപ്പ് പറഞ്ഞതായി പറയാൻ പറഞ്ഞു.
ഏത് കുട്ടിയുടെ കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നത്? നമുക്ക് സ്ഥിരമായി പാടാൻ വരുന്ന മല്ലിക. ഓ, മല്ലിക. അവള് പോയെങ്കിൽ എന്താ സാറേ, പകരം മറ്റൊരു കക്ഷിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കല്യാണി ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കി. നല്ല താളം, ശ്രുതി, സ്വരസ്ഥാനം ഭയങ്കരം. 4.5 കട്ടയ്ക്ക് ഒരു പിടി പിടിച്ചതാണ് സാർ. പൊന്നിൻ വളകിലുക്കി വിളിച്ചുണർത്തി. വന്നു. വെയിറ്റ് ചെയ്യാൻ പറയൂ. യെസ് സർ. മൈ ഗോഡ്, നാളെ ചാർജ് എടുക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. ഇന്ന് ചാർജ് എടുത്തോട്ടെ സാർ, നമുക്ക് അനുപല്ലവിലേക്ക് കടക്കാം. എത്രയും പെട്ടെന്ന് എല്ലാ ഇൻസ്ട്രുമെന്റ്സ് ഒളിപ്പിച്ചോളൂ. ജോയിൻ ഡ്യൂട്ടി ഇമ്മീഡിയറ്റ്ലി. വേഗം മാറ്റോടുത്ത് പ്ലീസ്. സാർ നാളെ ചാർജ് എടുക്കുന്നുള്ള പറഞ്ഞിരുന്നത്. എനിക്ക് ഇന്ന് ചാർജ് എടുക്കണമെന്ന് തോന്നി. അതുകൊണ്ട് ഇവിടുത്തെ യഥാർത്ഥ സെറ്റപ്പ് ഒക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ. നമുക്ക് ഓഫീസിലേക്ക് ഇരിക്കാം സാർ. ഇത്രയും പ്രായമായിട്ടും പെൻഷനാകാറായില്ലേ? ഞാൻ ഇവളുടെ അച്ഛനാ സാർ. മോക്ക് കൂട്ടുവന്നായിരിക്കും. എന്താ വനിതാ പോലീസിന് യൂണിഫോം അല്ലേ? അത് വനിതാ പോലീസ് അല്ല സാർ, തന്റെ കക്ഷത്തിൽ എന്താണോ? ലാത്തി. ഡിപ്പാർട്ട്മെന്റ് അറ്റത്ത് ദ്വാരമുള്ള ലാത്തി ഇറക്കി തുടങ്ങിയോ? Sorry, sir. എന്തൊക്കെയാ കമ്മീഷണർ ഇത്? ഞങ്ങളൊരു പാട്ട് പ്രാക്ടീസ് ചെയ്യായിരുന്നു സാർ. ഇതെന്താ മ്യൂസിക് കോളേജാ? അല്ല സാർ, ഒരു റിഹേഴ്സൽ. ഞങ്ങൾ വല്ലപ്പോഴും ഗാനമേളയ്ക്കൊക്കെ പാടാറുണ്ട്. ഓഹോ, കമ്മീഷണർക്ക് ഗാനമേളയോ? ഇങ്ങനെയാണെങ്കിൽ കമ്മീഷണർ റോഡിൽ ഡപ്പാക്കുത്ത് ഡാൻസ് നടത്തുമല്ലോ. സാർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പെർമിഷൻ മേടിച്ചിട്ടുണ്ട്. ഡപ്പാക്കുത്ത് ഡാൻസിലോ? അല്ല സാർ, തൽക്കാലം ഗാനമേളയ്ക്ക് മാത്രമേ ഉള്ളൂ. പിന്നീട് ഞങ്ങൾ ഇങ്ങോട്ട് ട്രൂപ്പ് കമ്മീഷണർ ഓഫീസിൽ പാട്ടക്കൂത്തും എന്ത് തോന്നിയാകാത്തോ സാർ. ആട്ടെ, പാടിയ പാട്ട് അമീർ കല്യാണിയല്ലേ? അല്ല സാർ, ഇവളുടെ പേര് നിത്യ കല്യാണി. രാഗത്തിന്റെ പേര് പോലും അറിയാത്ത താൻ എങ്ങനെയാണോ ക്ലാരറ്റ് വായിക്കുന്നേ? സോറി സാർ. എന്താണോ ഇതൊക്കെ കമ്മീഷണറുടെ കുത്തകാന്ന് കരുതിയോ? എല്ലാം എടുത്തങ്ങോട്ട് നിരത്താൻ പറയണോ? സാർ, കം ഓൺ. എടോ, കാക്കയ്ക്കുള്ളിലെ സംഗീതത്തെ കുറിച്ച് മഹാകവി വള്ളത്തോൾ പാടിയിട്ടുണ്ട്. കാക്കയ്ക്കുള്ളിൽ തുടിക്കും ഹൃദയത്തിന്റെ അകമാനത് കല്ലൽ ഇരുമ്പല്ല, ലാത്തി മാറ്റിക്കൊടുക്കുക തമ്പുരു വാർത്തിടും ഗാനകന്യക ഒന്നിനെ. നോക്കി നിൽക്കാതെ അങ്ങോട്ട് അടിച്ചു പൊളിക്കണോ കമ്മീഷണറെ? സാർ, നമുക്ക് പറ്റിയ DIG സാർ. കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും ഉടുക്കാൻ വെള്ളപ്പുടവാ കുളിക്കാൻ. യെസ്, കം ഇൻ. പുതുപ്പെണ്ണെന്താ ഈ വേഷത്തില്? ഹോ, ഇപ്പഴാ ഒരു റിലീഫ് കിട്ടിയത്. വെറുതെ പട്ടുസാരിയും വലിച്ചു വാരി ചുറ്റി കുറെ ആഭരണം ഇട്ട് എന്തൊരു ചൂടായിരുന്നു, വേർത്തൊഴുകായിരുന്നു. ഇന്ന് ആദ്യമായിട്ട് ഞാൻ സാരി ഉടുക്കുന്നത്. യാ, ഫോർ ദ ഫസ്റ്റ് ടൈം. AC ഇല്ലേ? അസിസ്റ്റന്റ് കമ്മീഷണർ ലീവിലാ. അതല്ല, AC, എയർ കണ്ടീഷണർ. അയ്യോ, അതിനൊക്കെ ഒരുപാട് ചിക്കിലി വേണ്ടേ? കമ്മീഷണറുടെ ശമ്പള സ്കെയിൽ എത്രയാണെന്നേ DGPക്ക് അറിയാം. അല്ലെങ്കിൽ പിന്നെ കൈക്കൂലി മേടിക്കണം. AC വേണമെന്നൊക്കെ നിർബന്ധം പിടിച്ച് എന്നെ കൊണ്ടത് വാങ്ങിപ്പിക്കുവോ? എന്റെ കുടുംബാന്തരീക്ഷമൊക്കെ ഗീതുവിന് മനസ്സിലായി കാണുമല്ലോ. സംഗീതയെ പ്രസവിച്ച് 6 മാസം കഴിഞ്ഞപ്പോഴായിരുന്നു അമ്മയുടെ മരണം. ഞാനും സഹോദരിമാരും തമ്മിൽ ഒരുപാട് പ്രായവ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അവരെ വളർത്തിയത് സഹോദരിമാരെ പോലല്ല, സ്വന്തം മക്കളെ പോലെ. അടുക്കള കാര്യങ്ങള് ഞങ്ങളെല്ലാം ചേർന്നാ ചെയ്യുന്നത്. കുട്ടന്മാർക്ക് എല്ലാം അറിയാം. കുട്ടന്മാരോ? അതാരാ? സാവിത്രിയും സംഗീതയും എനിക്ക് കുട്ടന്മാരാ. എന്റെ സംഗീതയും സാവിത്രിയും ഇന്നു മുതൽ ഞാനങ്ങടെ ഏൽപ്പിക്കുക. ഗീതു അവർക്ക് വെറും നാത്തു മാത്രമല്ല, അമ്മ, സഹോദരി, ഏട്ടത്തി, കൂട്ടുകാരി ഒക്കെ ആയിരിക്കണം. ആയിരിക്കുന്നറിയാം. പാല് തണുക്കുന്നു. ഓ സോറി, ഞാനതങ്ങ് മറന്നു. ആദ്യ രാത്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണുള്ളത്. കുടിച്ചോ. എനിക്ക് വേണ്ട, ഞാൻ പാല് കുടിക്കില്ല. അല്ല, ആദ്യ രാത്രി ഭർത്താവ് കഴിച്ചതിന്റെ ബാക്കി? അത് സാരില്ല, ഒരു ചേഞ്ച് ആയിക്കോട്ടെ. കറക്റ്റ്, ഗീതു പറഞ്ഞാൽ ശരി. ഭർത്താവ് കഴിച്ചതിന്റെ ബാക്കി കുടിക്കുന്നതിലല്ല, അയാളെ കൊണ്ട് മുഴുവൻ കുടിപ്പിക്കുന്നതിലാണ് സ്നേഹം. കുടിക്കട്ടെ. ഇനി ലൈറ്റ് അണയ്ക്കണം, കിടക്കണം. എന്താ അതിലും വല്ല വ്യത്യാസമുണ്ടോ? ഇനി ചേഞ്ച്? ഇടുക്കിയിൽ ഭൂമി കുലുക്കം, മലവെള്ളപ്പാച്ചിലിൽ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായി. ചായ. മിടുക്കി. അതിരാവിലെ ഭർത്താവിന് ഒരു കപ്പ് ചായ കൊണ്ട് തരാനുള്ള ഉത്തരവാദിത്വ ബോധം ഉണ്ടായല്ലോ. ഭാര്യമാരായാൽ അങ്ങനെയാ വേണ്ടത്.
സന്തോഷായി. ഇന്നലെ ബാക്കി പാല് നിരസിച്ചപ്പോ ഒരല്പം വിഷമം തോന്നി. തണ്ടല്പം കൂടുതലല്ലേന്നൊന്ന് സംശയിച്ചു. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറിട്ടോ. രാവിലെ കുളിച്ച് ഈറൻമുടിയിൽ തുളസിക്കതിരും ചൂടി ചന്ദനക്കുറിയും ചാർത്തി കയ്യിൽ ആവി പറക്കുന്ന ചായയുമായി എന്റെ മുന്നിൽ അവതരിച്ചു നിൽക്കുന്ന മലയാള തനിമയുള്ള സുന്ദരി ഗീതാ റാണി, നിനക്ക് സ്വാഗതം. നിങ്ങളോ? ഞാനെന്തൊക്കെയോ ഉറക്കപ്പിച്ചിലിങ്ങനെ. എല്ലാം കേട്ടു. സഞ്ജീവൻ ഐപ്പിസിന്റെ പ്രേമസാഹിത്യം കലക്കി കേട്ടോ. അപ്പൊ എടുത്ത് ഇന്നലെ ബാക്കി പാല് കുടിച്ചില്ലല്ലേ? എന്താ എന്താ എത്ര ചിരിക്കാൻ? ജോക്ക് വല്ലതാണെങ്കിൽ ഞാനും കൂടി കേക്കട്ടെ. അല്ല, ഞങ്ങൾ ചായ ഉണ്ടപ്പം ഏട്ടത്തിയാണ് ധരിച്ച് ഏട്ടൻ കൊറേ ഡയലോഗ്. ഏട്ടത്തി ഒന്ന് കേൾക്കണമായിരുന്നു. നല്ല സാഹിത്യം. അതാണോ കാര്യം? ഇതുവരെ നിങ്ങളെ സഹോദരനും സഹോദരിമാരും തമ്മിൽ വലിയ സ്നേഹത്തിലായിരുന്നിരിക്കാം. പക്ഷേ ഇനി മുതൽ വൈഫിന് എവിടെ സ്ഥാനം, അത് മറക്കരുത്. ഇത് ഞങ്ങളുടെ ബെഡ്റൂമാ. അല്പം പ്രൈവസി ഒക്കെ വേണം. എപ്പോഴും ഇങ്ങനെ കയറി ഇറങ്ങാനൊന്നും പറ്റില്ല. ഒക്കെ പറഞ്ഞു കൊടുത്തില്ലേ സഞ്ജു? ദൈവമേ, സാധാരണ പുത്തനച്ചി പുരപ്പുറം തൂക്കുന്നതാ പതിവ്. ഇവള് പുരയിടിച്ച് നിരത്തുവോ? എന്താ ഗീതു ഇങ്ങനെയൊക്കെ? അവര് കുട്ടികളല്ലേ? എന്താ പേടിച്ചു പോയോ? ഇതാ ഗീതു. ഞാനൊരു തമാശ പറഞ്ഞത് എന്റെ കുട്ടികളെ. ഡോണ്ട് ബി സില്ലി. ഇത് ഗീതുന്റെ ഒരു നമ്പരാ. ഇതുപോലെ ഒരുപാട് നമ്പറുകൾ ഇനി ഉണ്ടാവുമോ? എന്താ ഗീതു, എന്തു പറ്റി? എന്തോന്നും മിണ്ടാത്തത്? ഹേയ്, നത്തിങ്. അതല്ല, എന്തോ ഉണ്ട്. ടൂർ പ്ലാൻ ചെയ്യുമ്പോ താൻ ഭയങ്കര ഹാപ്പി ആയിരുന്നല്ലോ. ഞാൻ ഹാപ്പി അല്ലെങ്കിലും പിറകിലിരിക്കുന്ന രണ്ടുപേര് ഭയങ്കര ഹാപ്പിയാ. നോക്ക് നോക്ക്. He is our DGP's guest, Police Commissioner from Kerala. Good morning, sir. ഗുഡ് മോർണിംഗ്. Oh, you are four of you. I am sorry, you have booked only one room. അങ്കിൾ ഒരു മുറിയെ ബുക്ക് ചെയ്തിട്ടുള്ളൂ. നമുക്ക് എല്ലാവർക്കും കൂടി ഒരു റൂം പോരെ? സഞ്ജുവിന്റെ ഇഷ്ടം. നല്ല മെത്ത, എന്തൊരു തണുപ്പാ. കുളിരുന്നേ. ശരിയാ, നല്ല ബെഡ്ഷീറ്റ് അല്ലേ ചേച്ചി? ഹായ്, നല്ല തലയണം. ഹായ്. എന്താ കുട്ടന്മാരേത്? ഇനി ഒന്നേ രണ്ടുപേരും പോയി കുളിച്ചേ. ഈ തണുപ്പത്തോ? ബാത്റൂമില് നല്ല ചൂടുവെള്ളം കിട്ടും, പോയി കുളിക്കേ. കുളിക്കാം. ചെല്ലേ പിള്ളേ. എക്സ്ക്യൂസ് മീ മാഡം, ഫുഡ്? Yes. I want vegetable au gratin, chicken steak on sizzler, American chop suey, chicken saslik, chicken rolls, and spaghetti alla Italiana, and dinner rolls. What about you, Sanju? 1 plate of tapioca, curry of natholi, 2 broken kandari molagu mixed with salt, rice soup with rasa. മനസ്സിലായില്ലേ? മരച്ചീനി പുഴുങ്ങിയതും നത്തോലിക്കറിയും ചതച്ച 2 കാന്താരി മുളകും രസം ഒഴിച്ച നല്ല ചൂട് കഞ്ഞിവെള്ളവും. എന്താ സഞ്ജു ഇത്? എനിക്ക് ഈ കുന്തങ്ങളുടെ പേരൊന്നും അറിഞ്ഞൂടാ. ആനക്കെടുപ്പത് നീ ഓർഡർ ചെയ്തിട്ടുണ്ടല്ലോ. എന്റെ ബാലൻസ് നീ കഴിക്കില്ലെങ്കിലും നിന്റെ ബാലൻസ് ഞാൻ കഴിച്ചോളാം. എന്റെ DGPയുടെ മോളെ. ഹണിമൂണാണ്, ചേട്ടനൊന്ന് പുറത്തു പോവോ? അയ്യോ അണ്ണാച്ചി, അപ്പടിയേ പോങ്ക പോങ്ക. ഏട്ടാ, ഓ, ഞങ്ങളുടെ കുളി കഴിഞ്ഞു. ഏട്ടനും ഏട്ടത്തിയും കുളിച്ചോ?
സഞ്ജു ഒരു കുറവുണ്ട്. അതെന്താ? സഞ്ജുവിന്റെ അച്ഛനെ കൂടെ കൂട്ടായിരുന്നു. അത് നീ എനിക്കിട്ടൊന്ന് താങ്ങിയതാണല്ലോടി. സഞ്ജു നല്ല തണുത്ത വെള്ളത്തിൽ കുളിച്ചാൽ മതി, ആ ചൂടങ്ങ് മാറിക്കിട്ടും. തല നല്ലോണം തോർത്തണേ. റെഡി? ഹായ്, അയ്യോ എന്തുമാത്രം സാധനങ്ങളാ. ഇതെന്താ എടുത്തേ? അമേരിക്കൻ ചോപ്പ് സ്വീറ്റ്. ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നേ? അതങ്ങനെ ആയതുകൊണ്ട്. എനിക്ക് നല്ല വിശപ്പെടുത്തി, ഞാൻ കഴിച്ചോട്ടെ. സഞ്ജു ഇവർക്ക് വിശക്കുന്നു, കഴിച്ചോട്ടേന്ന്. ആ കൊടുത്തോ. ഞാൻ എടുത്തുതരാം. ഉം, അയ്യോ സംഗീത, ഞാൻ എടുത്തു തരില്ലായിരുന്നോ? എന്തിനാ ഇത്ര ഹരി? എന്താ? എന്തു പറ്റി? ഞാൻ ഇവർക്ക് സെർവ് ചെയ്യായിരുന്നു. അതിനിടയ്ക്ക് സംഗീത കയറി എടുത്തു, ഒരു ഡിഷ് അങ്ങ് തെറിച്ചു. എന്തിനാ ഇത്ര സ്പീഡ്? സഞ്ജീവൻ ഇവർക്ക് ചൈനീസ് ഫുഡ് ഒന്നും വാങ്ങി കൊടുത്തിട്ടില്ല, അതുകൊണ്ടാ. അയ്യോ, ഡോണ്ട് ഫീൽ ബാഡ്. സംഗീത പോയി ഡ്രസ് വാഷ് ചെയ്യൂ. ചെല്ലടാ, പോയി കഴുകു. അവര് വളർന്നതും ഗീത് വളർന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അവരെന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ തന്നെ ഗീത് വേണം അഡ്ജസ്റ്റ് ചെയ്യാൻ. ഡോണ്ട് വറി, ഐ മാനേജ്. നിങ്ങൾക്ക് തനിച്ചൊരു മുറി വേണമെന്ന് എന്താ അത്ര വാശി? അതെ അതെ ഏട്ടത്തി. ഒന്നുമില്ല ഏട്ടാ, ഞങ്ങൾ കുറെ നേരം ടി വി കണ്ട്, പിന്നെ വർത്താനം പറഞ്ഞ്, പിന്നെ ടി വി കണ്ട്, കമ്മീഷണർ സാർ കിടന്ന് ഉറങ്ങിക്കോ. അതൊന്നും അല്ല, എന്തോ ഉണ്ട്. പറയടാ കൂട്ടാ. അതെ, ആ കരുതിട്ട് കളഞ്ഞ ഞാനല്ല, ഏട്ടത്തിയാ. എന്തിനാണെന്നറിയോ? ഞങ്ങളെ റൂമിൽ നിന്ന് പുറത്താക്കാൻ. പോട്ടെ, സാരില്ല. മക്കള് കിടന്ന് ഉറങ്ങിക്കോ. കഥക് നല്ലോണം കുറ്റിയിട്ടേക്കണം. രാവിലെ ഏട്ടൻ വന്ന് വിളിച്ചിട്ടേ കഥ ഉറക്കാവൂ. ഓക്കെ, ഗുഡ് നൈറ്റ്. അതേ, നിങ്ങളെ തനിച്ചാക്കിയിട്ട് അപ്പുറത്ത് പോകുന്നോണ്ട് കുട്ടന്മാർക്ക് വിഷമമൊന്നുമില്ല. ഏയ്, ഞങ്ങൾക്കൊരു വിഷമമില്ല. കല്യാണം കഴിഞ്ഞ് ഞങ്ങളെ ഹണിമൂണ് പോവല്ലോ. അപ്പൊ ഏട്ടൻ വിഷമിക്കാതിരുന്നാ മതി. ഏ, ആ, കഷ്ടായി. പിള്ളേര് തനിച്ച് അപ്പുറത്തും നമ്മൾ ഇപ്പുറത്തും. അവര് വരുന്നില്ല എന്ന് പറഞ്ഞല്ലേ? സഞ്ജു അല്ലേ നിർബന്ധിച്ച് ഒപ്പം കൂട്ടിയത്? ഞാനും കൂടി വീട്ടിലില്ലെങ്കിൽ അച്ഛൻ രാവിലെ മുതൽ തുടങ്ങും സേവ. ഓവറായി കഴിഞ്ഞാൽ പിന്നെ പിള്ളേർക്ക് ഒരു മനസ്സമാധാനം കിട്ടില്ല. അതുകൊണ്ടാ. ഓക്കെ, പക്ഷേ ഹസ്ബൻഡും വൈഫും മാത്രമായിട്ടാ ഹണിമൂണ് പോകുന്നത്. വലിയ കമ്മീഷണറായിട്ടും അതറിയില്ലേ? ഇല്ല, ഞാൻ ഹണിമൂൺ ആദ്യമായിട്ടാ. കൗശലക്കാരിയാ. കറി തട്ടിയിട്ടാണെങ്കിലും പിള്ളേരെ പുറത്ത് അടിച്ചല്ലോ. സഞ്ജുവിന് സിസ്റ്റേഴ്സിനോട് ഓവർ അറ്റാച്ച്മെന്റ് അല്ലേ? അതെ, രണ്ടും എന്റെ കണ്ണിലെ കൃഷ്ണമണികളാ. വാട്ട് ഈസ് കൃഷ്ണമണി? ഓ, ദാറ്റ് മച്ച്. എനിക്കും മമ്മിയും ഡാഡിയും ബ്രദറും ഒക്കെ ഉണ്ട്. പക്ഷെ വ്യത്യാസമുണ്ട് ഗീതു. നിങ്ങളൊക്കെ വലിയ ആൾക്കാർ, നക്ഷത്ര ലോകത്ത് ജീവിക്കുന്നവർ. പക്ഷെ നിങ്ങളുടെയൊക്കെ സ്നേഹത്തിനൊരു പുഴയുടെ ആഴമേ ഉള്ളൂ. ഞങ്ങളൊക്കെ ദാ ഇങ്ങ് ഭൂമിയിൽ ജീവിക്കുന്ന സാധാരണ മനുഷ്യരാ. ബന്ധങ്ങളും കെട്ടുപാടുകളും ദുഃഖങ്ങളും ഒക്കെ ആയിട്ട് കരഞ്ഞ് കരഞ്ഞ് ആ കണ്ണീരെല്ലാം കൂടെ ഒരു കടലായിട്ട് മാറി. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെയൊക്കെ സ്നേഹത്തിനൊരു കടലിന്റെ ആഴം ഉണ്ടാവും. അതുകൊണ്ടാവാം ഒരു ഉപ്പുരസം ഫീൽ ചെയ്യുന്നത്. പിന്നെ സിസ്റ്റേഴ്സിന് കൊടുത്തിട്ട് ബാലൻസ് വരുന്നതിൽ ഒരല്പ സ്നേഹം വൈഫിന് നീക്കി വെച്ചാൽ കൊള്ളാം. കൂടുതലൊന്നും വേണ്ട, a drop of love. അല്പം തലതിരിഞ്ഞതാണെങ്കിലും DGPയുടെ മോളും മിടുക്കിയ. ഈ ചെറിയ വട്ടൊക്കെ ഞാൻ മാറ്റിയെടുത്തോളാം. IPS തനി പഴഞ്ചന. പിന്നെ സിസ്റ്റേഴ്സിനോടുള്ള ഡീപ്പ് ഇന്റിമസി. കുഴപ്പമില്ല, ചെക്കനെ മാറ്റിയെടുക്കാം. നീ എന്നെ കുറിച്ച് എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ചോ? IPS എന്നെ കുറിച്ച് വല്ലതും വിചാരിച്ചോ? ഇല്ലേ ഇല്ല. എന്താ വിചാരിച്ചെന്ന് എനിക്കറിയാം. നീ വിചാരിച്ചെന്താണെന്ന് എനിക്കും അറിയാം. ഗീതുവിന്റെ ഫോൺ വരുന്നില്ലെന്നും പറഞ്ഞ് അളിയൻ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതിനാ? അവര് ഹണിമൂൺ പോയിരിക്കല്ലേ? അതിനിടെ എപ്പോഴെപ്പോഴും വിളിക്കാൻ പറ്റുമോ? ഇല്ലേ സൗദാമിനി? എന്നാലും എനിക്ക് ഭയമാടോ. അറിയില്ലേ അവളുടെ സ്വഭാവം. ന്യായമായാലും അന്യായമായാലും അവളുടെ ഭാഗം ജയിക്കണം. ഇനി അവിടെ സഞ്ജീവനുമായിട്ട് എന്തെങ്കിലും സൗന്ദര്യപ്പിണക്കം? ഒന്നുകിൽ ചേച്ചി അളിയനുമായി ലയിച്ചു ചേർന്ന് കാണും, അല്ലെങ്കിൽ രണ്ടും രണ്ട് പാത്രമായി കാണും. മനു, നീ വെറുതെ കരുനാക്കെടുത്ത് വിളിക്കണ്ട കേട്ടോ. ഒരു സാഹചര്യത്തിലും മനുഷ്യൻ ടെൻഷൻ അടിക്കാൻ പാടില്ല. ഒരു രാഷ്ട്രീയക്കാരനായ എന്നെ കണ്ട് പഠിക്ക്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എനിക്ക് ആകെ കിട്ടിയ വോട്ട് 34. ഇല്ലേ സൗദാമിനി? 33. ഒന്ന് ഞാൻ കൂട്ടി പറഞ്ഞതാ. എനിക്കില്ല ചില മോഹങ്ങള്. അളിയൻ സമാധാനമായിരിക്കും. ഗീതുമോൾ സ്മാർട്ടാ, നല്ല ബുദ്ധിയുള്ള കുട്ടിയാ. ഏട്ടൻ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ നിന്നിട്ടാ ഗീതു നീ തന്റെടൊക്കെ. അതെ, എനിക്ക് പെൺമക്കളില്ല. അതുകൊണ്ട് ഗീതുമോൾ എനിക്ക് അനന്തരവളല്ല.
സ്വന്തം മോള് തന്നെയാ. മോളായിരിക്കും. നീ എടുക്ക്. നിങ്ങൾ എടുക്ക്. ഹലോ മോളാ, എന്താ മോളെ ഒന്ന് വിളിക്കാത്തത്? നിന്റെ ശബ്ദം കേൾക്കാൻ വൈകിയ ഡാഡി അപ്സെറ്റ് ആവുമെന്ന് അറിയില്ലേ? എവിടുന്നാ വിളിക്കുന്നത്? വീട്ടിൽ നിന്ന് തന്നെയാണേ. ഇത്ര പെട്ടെന്ന് ഇങ്ങി പോന്നോ? 2 ആഴ്ചത്തെ ടൂറല്ലേ പ്ലാൻ ചെയ്തിരുന്നത്? 4 ദിവസം കഴിഞ്ഞപ്പോ ജേണി ബ്രേക്ക് ചെയ്തു. കൊടൈക്കനാലിലെ തണുപ്പടിച്ചപ്പം സഞ്ജുവിന്റെ സഹോദരിമാർക്ക് കോൾഡ്. അപ്പോ എല്ലാരും ഉണ്ടായിരുന്നോ? അതെ, ഒരു ഗ്രൂപ്പ് ഹണിമൂൺ ആയിരുന്നു. സഞ്ജുന് വല്ലാത്ത സിസ്റ്റേഴ്സ് ക്രേസാ. അവരുടെ മുന്നില് വൈഫ് വെറും 0. എന്റെ കാര്യം പോക്കാന്നാ തോന്നണേ. അങ്ങനൊന്നും പറയാതെ അതൊക്കെ മോൾ അഡ്ജസ്റ്റ് ചെയ്യണം. സഞ്ജുവിന്റെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ മനസ്സിലാക്കി നല്ല കുട്ടിയായിട്ട് കഴിയണം കേട്ടോ. ഓക്കേ. സിസ്റ്റേഴ്സിനെയും കൂട്ടി പോയ എന്റെ ചെറിയൊരു പരിഭവം ഉണ്ട്, അത്രേ ഉള്ളൂ. വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാനൊരു അവിവാഹിതനാണെങ്കിലും മറ്റുള്ളവരുടെ ഹണിമൂൺ കഥകൾ കേൾക്കുന്നത് എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ആണോ. താൻ പറഞ്ഞോ, അങ്ങനെ ഷോപ്പിൽ കഴിഞ്ഞ് മുറിയിൽ കയറി കഥ കടച്ച് ബോൾട്ടിട്ടു. എന്നിട്ട് അങ്ങനെ ഓസിന് സാർ എല്ലാം കേട്ട് സൂഹിക്കണ്ട. കാശ് മുടക്കി ഒരു പെണ്ണ് കെട്ടണം സാർ. വേണ്ടടോ, ഇംഗ്ലീഷുകാർ പറയാറുണ്ട് ഒരു പുരുഷൻ ലൈഫിൽ 3 റിങ്ങാ ധരിക്കുന്നതെന്ന്. വിവാഹ നിശ്ചയ ദിവസം എൻഗേജ്മെന്റ് റിംഗ്, വിവാഹ ദിവസം വെഡിങ് റിംഗ്, വിവാഹം കഴിഞ്ഞാൽ സഫർ റിംഗ്, അതായത് സഫറിംഗ്, കഷ്ടപ്പാട്. എനിക്കിനി വയസ്സുകാലത്ത് സഫർ ചെയ്യാനൊന്നും പയ്യടൂ. മഹാകവി ഉള്ളൂർ പാടിയിട്ടുണ്ട്, ഉത്തമതരനായി വാഴണം പുമാനെങ്കിൽ വിത്തവും കൊതിച്ചിടാ സ്ത്രീധന സമ്പർക്കവും എന്ന്. ഉള്ളൂർ അങ്ങനെ പാടിയിട്ടുണ്ടോ സാർ? അതിന് താൻ ഉള്ളൂരിന്റെ എല്ലാ കാവ്യങ്ങളും വായിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നാ താൻ വായിക്കാത്തതിലുള്ളതാ. ശരി സാർ. മിസ്റ്റർ സഞ്ജീവൻ, ആ ചൈതന്യ നഗറിലെ ഇഷ്യൂ വീണ്ടും പോകുന്നുണ്ട്. അതൊരിക്കൽ സോൾവ് ചെയ്താണല്ലോ സാർ. ആണ്, പക്ഷെ എന്തോ ദുരൂഹതകള്. ഹോം സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു. ചിലപ്പോ താൻ തന്നെ ആ കേസ് നേരിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടി വന്നേക്കും. ഓക്കെ സർ. സാർ, മാഡം വീട്ടിൽ നിന്ന് ഫോൺ ചെയ്തിരുന്നു. സുപ്രിയ ടി വിക്കാരെത്തി, ഉടനെ അങ്ങോട്ട് ചെല്ലാൻ. എന്താണോ ടി വിക്കാരൊക്കെ? താൻ അഭിനയം തുടങ്ങിയോ? അല്ല സാർ, ഇത് മനം പോലെ മംഗല്യം പരിപാടി. എന്തോ മാതൃകാ ദമ്പതികളെ തിരഞ്ഞെടുക്കാനുള്ള ഒരു പ്രോഗ്രാം. അതിന് നിങ്ങൾ മാതൃകാ ദമ്പതികളാണോ എന്ന് തീരുമാനിക്കാൻ സമയമായിട്ടില്ലല്ലോ. അതൊക്കെ ടി വിക്കാര് തീരുമാനിച്ചോളും സാർ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. 1/2 മണിക്കൂറായി വെയിറ്റ് ചെയ്യുന്നു. യു ആർ ലേറ്റ്. സോറി അങ്കിൾ, ഓഫീസിൽ 1-2 കാര്യങ്ങളുണ്ടായിരുന്നു. ഇറ്റ്സ് ഓക്കേ. ഇന്നത്തെ കപ്പിൾസിൽ നിങ്ങളാ യങ്ങസ്റ്റും ലേറ്റസ്റ്റും ഒക്കെ. സഞ്ജീവന പ്രോമിനന്റ് ഫിഗർ, സ്മാർട്ട് ആയിരിക്കണം. ഹായ് സഞ്ജു. ഹലോ. ഇതാരിത്? ഐശ്വര്യ റോയ്ക്ക് സുസ്മിതാ സെല്ലുണ്ടായ മോളോ? അതെ, ഡ്രസ് കലക്കി. താങ്ക് യു. എന്നാ പെട്ടെന്ന് IPS പോയി ഒരു ഷാരൂഖ് ഖാനോ അമിതാഭ് ബച്ചനോ ആയാലും. സമയം വൈകുന്നു. ഓക്കേ. ചായ. ഷൂട്ടിങ്ങിന് പോകാനുള്ള ഡ്രസ്സാ, മതിയോ നോക്ക? ധാരാളം മതി. ഏട്ടനും എടുത്തി അഭിനയിക്കുന്ന സിനിമ എന്നാ ടിവിയിൽ വരുന്നേ? സിനിമയല്ല കുട്ടാ, ഫാമിലി ഷോ. അവരെപ്പോഴെങ്കിലും കാണിക്കും. രണ്ടുപേരും തകർത്ത് അഭിനയിച്ചേക്കണം കേട്ടോ. ഷൂട്ടിംഗ് കാണാൻ കുട്ടന്മാരെയും കൂട്ടല്ലേ, അവർക്ക് ഒരു എന്റർടൈൻമെന്റ് ഒക്കെ വേണ്ടേ? സഞ്ജു, വാട്ട് നോൺസെൻസ്. സോറി. കല്യാണം കഴിഞ്ഞ അല്പ പ്രൈവസി ഒക്കെ വേണം. ഹണിമൂണ് പോയപ്പോഴും കുട്ടന്മാരെ കൂട്ടണം. അന്ന് ഊട്ടി, മദ്രാസ്, കാശ്മീർ എന്തൊക്കെയായിരുന്നു പ്രോഗ്രാം. അവസാനം എല്ലാം സ്പോയിലായില്ലേ. ഒരു സിസ്റ്റേഴ്സ് ക്രേസ്. ഇനി അത്രയ്ക്കൊന്നും വേണ്ട. ഞങ്ങള് വരുന്നില്ല. ഏട്ടനും ഏട്ടനെയും പോയാ മതി. കുട്ടന്മാരെ, ഇപ്പൊ തന്നെ സഹോദരിമാരോട് ഏട്ടന് ഒത്തിരി സ്നേഹവും ഓവർ അറ്റാച്ച്മെന്റ് ഒക്കെ ഉണ്ട്. ഇനിയിപ്പോ ഒരുപാട് പൊളൈറ്റ് ആയിട്ട് ഞങ്ങൾ വരുന്നില്ല, ഏട്ടനും ഏട്ടത്തെയും പോയാ മതി എന്നൊക്കെ പറഞ്ഞത് അങ്ങോട്ട് കൂട്ടണ്ട. ഞങ്ങൾ അതൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ലേ ഏട്ടത്തി. എല്ലായിടത്തും ഞങ്ങളെയും കൊണ്ട് പോകണമെന്ന് ഏട്ടൻ വാശി പിടിക്കുന്നത് ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ടാ. ഞങ്ങൾ ഏട്ടത്തിയുടെ പക്ഷത്താ. ഏട്ടത്തി പറയുന്നത് ശരി. ഈ പറഞ്ഞത് സിൻസിയർ ആയിട്ടാണെങ്കിൽ കുട്ടന്മാര് പോയിരുന്ന് പഠിച്ചോ. പാവം. DGPയുടെ മോൾക്ക് ശകുനിയുടെ ബുദ്ധിയാണല്ലോ. ശകുനി മീൻസ് മണ്ണാങ്കട്ട. മനസ്സിലായോ? എന്താ അവിടെ ഒച്ച? ഒന്നുമില്ല ആന്റി, അവിടെ ക്യാമറയ്ക്ക് മുമ്പേ പറയേണ്ട ഡയലോഗ് ഞങ്ങളൊന്ന് റിഹേഴ്സൽ ചെയ്യായിരുന്നു. അണിഞ്ഞൊരുങ്ങിൽ കഴിഞ്ഞാൽ പുറപ്പെടാം. അകത്തോട്ട് വന്നോട്ടെ സാർ. യെസ്, കം ഇൻ. നമസ്കാരം. ഞാൻ കുരുക്കളാണേ. ഇരിക്കൂ. ഞാനിവിടെ നിന്നോളാം. ഓ ശരി. അല്ല, സാറിന് നിർബന്ധമാണെങ്കിൽ ഞാനിവിടെ ഇരുന്നോളാം. അയ്യോ,
ഈ പേന വെച്ചാണോ കമ്മീഷൻ അദ്ദേഹം എഴുതുന്നത്? ഇത് ലോക്കൽ അല്ലേ സാർ? ഇന്ത്യൻ, മെയ്ഡ് ഇൻ ഇന്ത്യൻ. ഇത് എന്റെ മകൻ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നതാ. ഇന്ത്യൻ മണി 25,000 രൂപ വിലയാ. ബോഫേഴ്സ്. ഷിഫേഴ്സ്. ഇന്ത്യയിൽ അങ്ങനെയും പറയും. സത്യം പറഞ്ഞാൽ ഇതുകൊണ്ട് എഴുതി തുടങ്ങിയാ പിന്നെ അടച്ചു വയ്ക്കാനേ തോന്നില്ല. ചെറുന്നൊരു പോക്ക. ഇത് വെച്ചൊരു കഥേനെ കവിതേനെ എഴുതിയാലുണ്ടല്ലോ കലക്കും. അത് സാറിനിരിക്കട്ടെ, എന്റെ ഒരു സന്തോഷത്തിന്. പേന കൊള്ളാം, പക്ഷെ ഇത്രയും വില കൂടിയ പേന വെച്ച് എഴുതാനുള്ള കഥയൊന്നും ഇവിടെ ഇല്ല. ഇത് സാറിനെ തന്നെ ഇരിക്കട്ടെ. പിന്നെ വന്ന കാര്യം എന്താന്ന് വെച്ചാ പറയണം. അത് പറയാം. അതെ, ഈ പെട്ടിയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഇതെന്റെ രണ്ടാമത്തെ മകൻ ലണ്ടനിൽ നിന്ന് കൊണ്ടുവന്നതാ. കൈകൊണ്ടുണ്ടാക്കിയതാ, ഹാൻഡിക്യാപ്ഡ്. ഇത് സാറിന് കാണിക്കായിട്ട് തരാനാണ് ഈ കുരുക്കൾ കഷ്ടപ്പെട്ടു വന്നത്. പെട്ടി കൊള്ളാം, എന്താ ഇതിനത്ര ഭാരം? അതും പറയാൻ മറന്നുപോയി. അതിനകത്തൊരു സാധനമുണ്ട്, അത് ഇന്ത്യനാ. സാറിന് എന്നും ഇന്ത്യനാണല്ലോ പ്രിയം. എന്താ? ഒരായുഷ്കാലം മുഴുവൻ സാറ് പണിയെടുത്താലും കിട്ടാത്തത്ര പണം, ഇന്ത്യൻ രൂപ. സാർ ഈ പെട്ടി അങ്ങോട്ട് എടുത്തിട്ട് എന്റെ മോനെ ഇങ്ങോട്ട് തന്നട്ടെ. ഏത് മോൻ? എന്തോന്ന് കോളനിയാ? ചൈതന്യ. അവിടുന്ന് സാർ 3-4 പയ്യന്മാരെ കസ്റ്റഡിയിൽ എടുത്തില്ലേ? അതിൽ റാംബോ എന്റെ മോനാ. ഓഹോ, അവൻ നിങ്ങളുടെ മോനാണോ? അതെ. റാംബോയ്ക്ക് ഇതിലൊക്കെ സാറ് താല്പര്യം. പിള്ളേരല്ലേ, ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. കോൺസ്റ്റബിൾ. ഓ, ചായ ആണെങ്കിൽ എനിക്ക് വിത്തൗട്ട് മതിയേ. ഒരു മിനിറ്റ്, ഞാൻ എന്താ വരുന്നേ. പാവം, നല്ല മനുഷ്യൻ. സാർ, അകത്ത് പെട്ടിയുമായിട്ടൊരു സാധനം ഇരിപ്പുണ്ട്, പറഞ്ഞു വിട്ടേക്ക്. സൽപ്പേരെ. എന്താ സാർ? ആ പെട്ടി താൻ മേടിച്ചേക്കരുത്. നോ സാർ. നമസ്കാരം സാർ. ഒന്ന് വരണം. അല്ല, അതൊക്കെ പിന്നെ പറയാം. സാറ് വരണം. ഓ, ഓഫീസിൽ വെച്ച് ഇതൊന്നും വാങ്ങില്ലല്ലോ. അതിനൊക്കെ പ്രത്യേക സ്ഥലം കാണുമല്ലേ? ശരി, വാ. ഞാൻ കുരുക്കൽ കേട്ടിട്ടില്ലേ? ധാരാളം കേട്ടിട്ടുണ്ട്. കതിരൂർ കുരുക്കൽ. തച്ചോളി ഉദയനുമായിട്ട് അംഗം വിട്ടിയ ചരിത്രവും വായിച്ചിട്ടുണ്ട്. അതാര്? ഒരു ഡ്യൂപ്ലിക്കേറ്റ് കുരുക്കൽ. വണ്ടിയിലോട്ട് കേറിയാട്ടെ. എടോ, ഇത് എന്റെ വണ്ടിയാ. അതല്ലേ കേറാൻ പറഞ്ഞത്. കേറിയാട്ടെ. ഈ പെട്ടി അങ്ങോട്ട് പിടിച്ചാട്ടെ. അല്ല, അപ്പൊ അത് കേറിയാട്ടെ. ഡ്രൈവർ, വണ്ടി എടുത്താട്ടെ. വണ്ടി റാസ്കൽ. നിനക്കെന്തോ ഒരുപാട് പറയാനുണ്ടെന്നല്ലേ പറഞ്ഞത്? പിന്നെന്താ ഒരു മൗനം? സഞ്ജീവനുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ മോളെ? എന്തുണ്ടെങ്കിലും തുറന്നു പറ മോളെ. കമ്മീഷൻ നിലക്ക് നിർത്താൻ വാക്കേറ്റോ കയ്യേറ്റോ എന്തിനു മംഗൾ തയ്യാറാണ്. സഞ്ജീവൻ IPS ജീവനോടുണ്ടോ ചേച്ചി? മനു, ഡോണ്ട് പ്ലേ ദ ഫൂൾ. ഇപ്പൊ തന്നെ മമ്മിയും ഡാഡി ഞാൻ കാണാൻ വന്നപ്പോ സഞ്ജീവൻ ഒപ്പം വന്നില്ലല്ലോ. അവിടെ ട്യൂഷൻ, കുട്ടന്മാർക്ക് പരീക്ഷ. കുട്ടന്മാരോ? അവന്മാരാരാ? അവന്മാരല്ല, അവളുമാര്, സഹോദരിമാര്. ചെല്ലക്കുട്ട, മക്കളെ, മോനെ എന്തൊക്കെയാ വിളിക്കുന്നത്? എനിക്ക് ഒരു പെറ്റിനെയും പോലും ഇല്ല. അപ്പൊ എന്റെ മോക്ക് ആ വീട്ടിൽ ഒരു സ്ഥാനവും ഇല്ലെന്നോ? അതെ അങ്കിൾ. ആഹാ, ഇത് കൈകാര്യം ചെയ്യണം. അവൻ അത്ര വലിയ കമ്മീഷനാണെന്ന് നോക്കണ്ട. ഞാൻ CM വിളിച്ച് പറയാൻ മോളെ. അല്ലെങ്കിൽ വേണ്ട, സഞ്ജീവനെ ഞാൻ നേരിട്ട് തന്നെ കണ്ടു കൊടുക്കാം. പെങ്ങന്മാരെ നിർത്തേണ്ട സ്ഥാനത്ത് തന്നെ നിർത്തണം. ആഹാ, അളിയനെന്ത് പറയുന്നു? കല്യാണം കഴിച്ചെന്ന് കരുതി സഞ്ജീവൻ എന്താ പെങ്ങന്മാരെ ഞാൻ കൊന്നുകളയണോ എന്ന് ഞാൻ പറഞ്ഞില്ല. കല്യാണം കഴിഞ്ഞാ പിന്നെ ഭാര്യക്കായിരിക്കണം 1ാം സ്ഥാനം, അല്ലേ സൗദാമിനി? ഒന്നും ഉണ്ടായിരിക്കണോ? ഉടനെ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതെന്ത് കുന്തുവാ? അവളുമാരിന്ന് സഞ്ജീവനിയും പറിച്ചെടുത്തോണ്ട് ഞാനൊരു വരവിങ് വരും. പറിച്ചെടുത്തോ, വേരറ്റു പോകരുത്. ഹലോ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ സാർ. ഗുഡ് ആഫ്റ്റർനൂൺ. ആരാ? ഞാൻ സാറിനെ ഡിസ്റ്റർബ് ചെയ്യുവാണോ? ആണല്ലോ, എനിക്ക് ജോലി തിരക്കുണ്ട്. ആരാ? കാര്യം പറയൂ. ഞാൻ സാറിന്റെ ഒരു വെൽവിഷറാ. എന്താ വെൽവിഷർ? പറയൂ. സാർ, വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ഭാര്യ സന്തോഷവതിയല്ലെങ്കിൽ എന്തായിരിക്കും കാരണം? അതവളുടെ കയ്യിലിരിപ്പ്. ഇതറിയാൻ പോലീസ് കമ്മീഷണർ വിളിക്കണമെന്നില്ല. മനഃശാസ്ത്രത്തിനോട് ചോദിക്കാന്നൊരു പങ്ക്തിയുണ്ട്, അങ്ങോട്ട് എഴുതി ചോദിച്ചാൽ മതി. ഞാൻ പറയുന്നത് സാറിന്റെ വൈഫിന്റെ കാര്യമാ. സാറിന്റെ വീട്ടില് ഗീത ഒരുപാട് ടോർച്ചേഴ്സ് അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. സഹോദരിമാരോടുള്ള അമിതമായ സ്നേഹം കാരണം ഭാര്യയെ സ്നേഹിക്കാൻ സാർ മറന്നു പോന്നു. അത് കഷ്ടമല്ലേ സാർ? അവളെയും വിളിച്ചോണ്ട് DGPയുടെ വീട്ടിൽ പോയി ഗ്രാൻഡ് ലെവലിൽ ജീവിച്ചൂടെ സാർ? ഇല്ലെങ്കിൽ ആ കുട്ടി വല്ല അവിവേകം കാണിക്കും, പറഞ്ഞേക്കാം. ഒരു സോഫ്റ്റ് ഹാർട്ട് ആ കുട്ടിയുടേത്. പെട്ടെന്നൊരു തീരുമാനം എടുക്കണേ സാർ. ഹലോ.
കേട്ട കൂട്ടന്മാരെ, ഇന്ന് ഓഫീസിൽ ഒരു ഫോൺ കോൾ വന്നിരുന്നു. ഒരു വെൽവിഷറിന്റെ. ഏതോ ഒരു പെണ്ണ, ഒരു ഭ്രാന്തി. കുട്ടാ, ഏട്ടത്തേക്ക് വെള്ളം കൂടെ. എന്താ ഇത്? ചോറ് മണ്ടേ കയറിയ നാട്ടിൻപുറത്തൊരു ഫസ്റ്റ് എയ്ഡാ, ഉച്ചക്കടിക്കുക. ഓക്കെ ആയല്ലോ. അപ്പൊ വെൽവിഷർ ഒരുതരം ആണും പെണ്ണും കേട്ട സെക്കൻഡറി ടൈപ്പ് ശബ്ദം. ഉളമ്പറ കേസാ. ഒരുപാട് ഇംഗ്ലീഷ് ഒക്കെ പഠിച്ച് തലയെറിഞ്ഞായിരിക്കും. അതെങ്കിതു അവള് പറഞ്ഞു, നീ ഒന്ന് കേൾക്കണമായിരുന്നു. ചെവിക്കലിലിട്ട് പൊട്ടിക്കാൻ തോന്നും. ബ്ലഡി. ദേ വീണ്ടും ചുമക്കണോ? ഉച്ചക്കടിക്കണോ? വേണ്ട. അപ്പൊ അവള് പറഞ്ഞു കേക്കണ്ടേ, ഞാൻ നിങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് ഗീതുവിനെയും കൂട്ടി DGPയുടെ വീട്ടിൽ പോയി താമസിക്കണ അത്രേ. അല്ല, ഗീതു എന്നെ പറ, ഈ ജന്മ ഈ കുട്ടികളെ പിരിഞ്ഞൊരു നിമിഷം ജീവിക്കാൻ വേണ്ട, അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ പോലും നിനക്ക് കഴിയോ? എന്താ ഏട്ടാ ഇത്? മനസ്സിലായില്ലേ? അവളാടി ശബ്ദം മാറ്റി വിളിച്ചത്. സാറെന്താ മുറ്റത്തിങ്ങനെ മഞ്ഞും കൊണ്ട്? ഒന്നുമില്ല, വെറുതെ ഓരോന്നിങ്ങനെ ആലോചിച്ച്. സാറിന്റെ ഇടതു ഭാഗം അല്പ കുഴപ്പമാണല്ലേ? ഒരു കുഴപ്പമില്ല. അതല്ല, ഭാര്യ ഇടയ്ക്കിടയ്ക്ക് ചില പൊട്ടലുകളും ചീറ്റലുകളും ഒക്കെ കേൾക്കാറുണ്ടെന്ന് എന്റെ ഭാര്യമാര് പറഞ്ഞാണ്. പൊട്ടലും ചീറ്റലും അതിവിടെ കടുവറുത്തപ്പോ കേട്ടായിരിക്കും. കടുവറുക്കുമ്പോ അങ്ങനെ ഇംഗ്ലീഷ് പൊട്ടലൊന്നും കേൾക്കാറില്ലല്ലോ. ഇടയ്ക്ക് അല്പസ്വല്പം കശവിശയൊക്കെ ഇല്ലെങ്കിൽ പിന്നെ ദാമ്പത്യ ബന്ധത്തിന് എന്ത് സുഖമാണോ? അപ്പൊ അല്പസ്വല്പമൊക്കെ ഉണ്ട്. അതൊക്കെ സാർ എന്നെ കണ്ടു പഠിക്കണം. സാറ് കേട്ട് കാണുമല്ലോ, 2 മലകൾ തമ്മിൽ ചേരും, പക്ഷെ 4 തമ്മിൽ ചേരില്ല. അതെന്റെ കാര്യത്തിൽ തെറ്റാ. എനിക്ക് 2 ഭാര്യമാരല്ലേ. ഒരപശബ്ദം ഇന്ന് വരെ അവിടുന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ? ഞാൻ വരയ്ക്കുന്ന വരയ്ക്കപ്പുറം അവളുമാർ ഒരു ചുവട് മുമ്പോട്ട് വെക്കില്ല. പക്ഷെ എവിടെ വരയ്ക്കണമെന്നുള്ളത് അവളുമാര് തീരുമാനിക്കും അല്ലേ? കഷ്ടപ്പെട്ട് പലിശക്ക് പണം കടമേടിച്ച അവനെ ഞാൻ IPS കാരനാക്കിയത്. എന്നിട്ടും എന്റെ തന്തയ്ക്ക് വിളിച്ച സർക്കിളിലെ അവൻ തന്തയ്ക്ക് വിളിച്ചില്ല. ആദർശവാദി. എന്റെ മരുമോള് നല്ലോളാ, ദേവതയാ. അവളുടെ കാശ് കൊണ്ടാ ഞാനിപ്പൊ ജീവിക്കുന്നത്. എന്റെ വയറ്റിൽ കിടക്കുന്ന മദ്യം DGPയുടെ മോള് വാങ്ങി തന്നതാ. അതിന്റെ അന്തസ്സ് എനിക്കുണ്ടടാ. കേട്ടോടാ സഞ്ജീവ. മർമ്മം നല്ല ഫോമിലാണല്ലോ. കേട്ടില്ലേ, കുടിക്കാൻ പണം കൊടുക്കുന്ന സാറിന്റെ ഭാര്യയാണെന്ന്. ശരിയാണോ സാർ? എനിക്കറിയില്ല. താൻ പിടിച്ചോണ്ട് റൂമിൽ കൊണ്ട് കിടത്തോ. സാർ. സഞ്ജു, കോഫി. എന്താ ഇത്? ബെഡ് കോഫി. ഗീതുവിന്റെ കൈ കൊണ്ട് ഗീതു ഉണ്ടാക്കിയ കോഫി. ഈശ്വര, ഇതെന്താ മായയോ? മായല്ല, ഗീതു. 2000 ആണ്ടോടെ പല അത്ഭുതങ്ങളും നടക്കുന്ന അതിലൊന്നും നടന്നു കഴിഞ്ഞു. എന്റെ ഭാര്യയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ആദ്യത്തെ കോഫി. ഇതെന്താ? കാപ്പിയോ പാഷാണോ? കോഫി. ഇതെന്ത് കുന്തം കൊണ്ടാ ഉണ്ടാക്കിയത്? കോഫി പൗഡർ, മിൽക്ക്, ഷുഗർ, ഹോട്ട് വാട്ടർ എല്ലാം കൂടി മിക്സ് ചെയ്ത കോഫി. ആഹാ, നന്നായിരിക്കുന്നു. എന്തൊരു കയ്പ്. ഏട്ടത്തി ഇതിന്നാണ് പഞ്ചസാര എടുത്തത്? യെസ്. ഏട്ടാ, ഇത് പഞ്ചസാരയില്ല, ഉപ്പാ. എടുത്ത് ചോദിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ പറയില്ലായിരുന്നോ? ആഹാ, അപ്പൊ ഞാൻ ഇന്ന് കോഫി ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കി പഞ്ചസാര ഇരുന്നെടുത്ത് ഉപ്പ് കൊണ്ടുവച്ചു അല്ലേ? എന്നെ തോപ്പിക്കാൻ വേണ്ടി പേർപ്പസ് ആയിട്ട് ചെയ്തതാ. അയ്യോ ഏട്ടത്തി, വേണ്ട. കോഫി ചീറ്റിപ്പോയി. പോട്ടെ, ഐ മേക്ക് ബ്രേക്ക്ഫാസ്റ്റ്. തുപ്പിതാ. എടി, ഇവിടെ നമ്മളെ ഉദരരോഗികളാക്കുവോ? അങ്ങനെ വെള്ളരിക്കയായി. ഇനി പാവയ്ക്ക. അത് ഒന്നും കുറയ്ക്കണ്ട. IPS തലകുലിക്ക് സമ്മതിക്കണം. ഇതെന്താടി ഇത്? ഇംഗ്ലീഷ് മോഡൽ സാമ്പാറായിരിക്കും ചേച്ചി. ഏട്ടത്തി എന്താ ഉണ്ടാക്കാൻ പോന്നത്? കുട്ടന്മാർക്ക് എന്താ വേണ്ടത്? ദോശയോ ഇഡ്ലിയോ ഉണ്ടാക്കാം. അതിനുള്ള മാവരച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇത് മൈദാമാവാ. അതൊക്കെ എനിക്കറിയാം. ഇത് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി കുഴച്ചതാ. അയ്യോ, എടുത്തത് പാത്രത്തിനടപ്പാ. ദോശകല്ലത് അവിടെയാ. ദോശ സ്റ്റോണെന്ന് എഴുതി വെച്ചൂടെ ഇവളുമാർക്ക്? ഞങ്ങളും കൂടെ സഹായിക്കാം ഏട്ടത്തി. വേണ്ട, ഇതൊക്കെ എനിക്കറിയാം. ഇതിന്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാനല്ലേ? ആരും സഹായിക്കണ്ട. ആഹാ, ഇന്ന് മരുമകളുടെ കൈകൊണ്ടാ പാചകം. ഇന്ന് മുതൽ ഞാനാ അടുക്കള ഭരണം. അങ്കിള് പോയി കുളിച്ച് റെഡി ആയിട്ട് വരൂ. I'll give you a wonderful breakfast. വെരി ഗുഡ്. ഓ എന്റെ ഭഗവാനെ, DGPയുടെ മോളുടെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ റിട്ടയർഡ് ഹെഡ് കോൺസ്റ്റബിളിന് ഭാഗ്യം ഉണ്ടായല്ലോ. മുജമ്മ സുഹൃതം. എന്തേ, ഏട്ടത്തെ അങ്ങോട്ട് അടുപ്പിക്കുന്നില്ലേ? ഒരു രക്ഷയില്ല, പാചകം തകർക്കയാ. ഏടത്തേക്ക് നല്ല സ്പീഡ്. ഓ, ഭയങ്കര വിശപ്പ്. എന്തെങ്കിലും ഇത് പെട്ടെന്ന് കിട്ടിയിരുന്നെങ്കിൽ.
ഇന്ന് മരുമോളുടെ ബ്രേക്ക്ഫാസ്റ്റാ. ബ്രേക്ക്ഫാസ്റ്റ് റെഡി. യെസ്. How is it? ഇതെന്താടാ, ദോശയോ ഇഡ്ഡലിയോ? ഇതാണച്ചാ ദൊഡ്ഡലി. മനസ്സിലായില്ലേ? ദോശയുടെ ദോയും ഇഡ്ഡലിയുടെ ഡലിയും ചേർന്ന ദൊഡ്ഡലി. ആഹാ. ഉയ്യോ. ആ. കുറച്ചുകൂടാവാം. അയ്യോ, ഇതെന്ത് കറിയാത്? എന്ത് കറിയോ ആവട്ടെ. എങ്ങനെയുണ്ട്? ഒരു പച്ചക്കറി കടയിലേക്ക് നോക്കുന്ന പോലുണ്ട്. ഇതെന്തിനാത്? ആനയ്ക്ക് കൊടുക്കാനാ? കുട്ടാ, ഒരു ആംബുലൻസ് വിളിച്ചോ. എന്ത് പറ്റിയച്ചാ? വയറ് കത്തുന്നു. മരുമകളുണ്ടാക്കിയ കറി കുറെ ഞാനങ്ങ് കഴിച്ചു. എരിവ് മർമ്മത്തിൽ തട്ടിയതാ. 1.5 കിലോ മുളക് പൊടിയും 1 കിലോ ഉപ്പുമാണ് അകത്ത് പോയിരിക്കുന്നത്. നോർമൽ ആവാൻ കുറച്ച് സമയം എടുക്കും. പോയി റൂമിൽ കയറിക്കോ. മക്കളെ, അറിയാതെങ്ങാനും ഇതെടുത്ത് നമ്മുടെ പട്ടിക്കോ പൂച്ചയ്ക്കോ ഇട്ട് കൊടുത്തേക്കല്ലേ, തട്ടിപ്പോ. സഞ്ജു, സഞ്ജു, this is not the matter of food, but the matter of intimacy. സഞ്ജുവിന്റെ മനസ്സ് മുഴുവൻ പെങ്ങന്മാരാ. അവിടെ വൈഫിന് സ്ഥാനമില്ല. അതുകൊണ്ട് എന്നോട് ഈ ഇഷ്ടക്കേട്. അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ എന്താ? ഒന്നും സംഭവിക്കില്ല. അയ്യോ, അതാരും കഴിക്കല്ലേ, ഞാനിപ്പോ ചത്തുവേ. അയ്യോ 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 അയ്യോ. കേട്ടില്ലേ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇന്നേ വരെ ആരെങ്കിലും മരിച്ചതായി കേട്ടിട്ടുണ്ടോ? പിന്നെ നീ പറഞ്ഞില്ലേ സ്നേഹത്തെ കുറിച്ച്, അതെന്താണെന്ന് നിനക്ക് മനസ്സിലാവില്ല. കാരണം നിന്റെ ഈ ദേഹം മുഴുവൻ അസൂയ, കുശുമ്പ്, പിന്നെ ഒരു ചാക്ക് പൊസസീവ്നെസ്സും. എന്താ അതിന്റെ മലയാളം? സ്വാർത്ഥതാപൂർണമായ നിർബന്ധ ബുദ്ധി. ചിലപ്പോ തോന്നും അവൾക്കൊരു നട്ട് കൂടുതലാണെന്ന്, ചിലപ്പോ തോന്നും ഒന്ന് കുറവാണെന്ന്. ഇന്ന് അവൾ അടുക്കളയിൽ എന്തെല്ലാമാ കാട്ടിക്കൂട്ടിയത്. പാവം അച്ഛന്റെ ഒരു കാര്യം. ഇതൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടല്ലേടോ ഞാനിപ്പോഴും വിഭാരനായിട്ട് കഴിയുന്നത്. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, അൺമാരീഡ് സ്കൗണ്ടറൽസ് ആർ ബെറ്റർ ദാൻ മാരീഡ് സ്കൗണ്ടറൽസ്. അതായത് വിവാഹം കഴിഞ്ഞ ഇരപ്പാളികളെക്കായി ഭേദം വിവാഹം കഴിക്കാത്ത ഇരപ്പാളികളാണെന്ന്. എനിക്ക് ഫീൽ ചെയ്തു. ഏയ്, പക്ഷെ മലയാളത്തില് വേറൊരു ചൊല്ലുണ്ട് സാർ. വിവാഹിതര് പട്ടിയെ പോലെ ജീവിച്ച് അവസാനം രാജാവിനെ പോലെ മരിക്കും. അവിവാഹിതര് രാജാവിനെ പോലെ ജീവിച്ച് അവസാനം പട്ടിയെ പോലെ മരിക്കും. എന്താ സാർ, സാറിന് ഫീൽ ചെയ്തോ? അത് താൻ എനിക്കിട്ടൊന്ന് താങ്ങിയതാണല്ലോ. പെണ്ണ് കെട്ടിയില്ലെങ്കിൽ അവസാന കാലത്തൊരു തുള്ളി വെള്ളം തരാൻ ആരും ഉണ്ടാവില്ല എന്നൊരു വീക്ക് പോയിന്റ് ഉണ്ട്. എന്നാലും ഈ ഏകാന്ത ജീവിതം പരമാനന്ദമാടൂ. തന്നെ പോലെ മനസ്സിൽ എരിവിരി സഞ്ചാരമൊന്നും വേണ്ടല്ലോ. മഹാകവി കുഞ്ഞൻ നമ്പ്യാർ പാടിയ ഫയൽമാന്റെ അവസ്ഥ അതെനിക്ക്. ഫയൽമാൻ അടവിൽ ഗംഭീരൻ, പർവ്വതത്തെയും അടിവിഴപ്പവൻ, കൃഷകാത്രിയാം ഭാരതൻ മുമ്പിലോ ഉഷിതെല്ലാം ഒഴിഞ്ഞ നിർഗുണൻ. കുഞ്ചൻ നമ്പ്യാർ അങ്ങനെ പാടിയിട്ടുണ്ട്. ടെൻഷൻ വേണ്ട. എടോ, താൻ ഭാര്യയുടെ കാര്യം ഓർത്തൊന്ന് മൂടോട്ടാവണ്ട. ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഏത് പെണ്ണും ഒന്ന് അമരും. പിന്നെ അറ്റാച്ച്മെന്റ് മുഴുവൻ കുഞ്ഞിനോടാവും. അതോടെ പ്രശ്നങ്ങളും കുറയും. എന്താ അതിന്റെ സിംറ്റംസ് എല്ലാം കണ്ടു തുടങ്ങിയോ? നമസ്കാരം. ഞാൻ അമ്മാവനോട് സംസാരിച്ചു. വളരെ വലിയ മനുഷ്യൻ. എല്ലാം കമ്മീഷണറോട് പറഞ്ഞാൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞു. ഒന്ന് നിൽക്ക് സാർ. സാറിന് 5 പ്രതികളെ വേണമെന്നല്ലേ ഉള്ളൂ. റാംബോയ്ക്ക് പകരം ഞാൻ ആളിനെ തരാം. 1-2 പേര് വില്ലിങ്ങായി വന്നിട്ടുണ്ട്. അതിലാരെങ്കിലും അങ്ങോട്ട് സ്വീകരിച്ച് ഒപ്പം ഈ പെട്ടി അങ്ങോട്ട് വാങ്ങി എന്റെ റാംബോ എനിക്ക് ഒന്ന് ഊരി തരണം സാർ. അയ്യോ, ഇതാര്? എന്റെ കതിരൂർ കുരുക്കളല്ലേ? വന്നാട്ടെ, എന്നാ പോയാട്ടെ. ഈ കുട്ടാന്നുള്ള വിളി കേൾക്കുന്നത് തന്നെ എനിക്ക് അലർജിയാ. സീ ഫ്രോക്കി, എന്റെ സ്ഥാനത്ത് താനായിരുന്നെങ്കിൽ what will you do? I'll shoot them, including the IPS. Okay, okay. അവളുമാരുടെ മുന്നിൽ എനിക്കൊന്ന് ജയിക്കണം. അവരുടെ കണ്ണീർ എനിക്ക് കാണണം. I want to see their tears. അതാ വരുന്നുണ്ട് മറ്റൊരു കോമഡി ക്യാരക്ടർ, എന്റെ ഫാദർ ഇൻ ലോ. ഉള്ളത് പറയാലോ, ഹാംലെസാ. മർമ്മം ഗോപാലപിള്ള. വാട്ട് മർമ്മം? his surname. What's that? ഇരട്ട പേര്. അങ്കിൾ, meet my friends. നിമ്മി, ഷിമ്മി, സ്വീറ്റി, ഫ്രോക്കി. നൈറ്റി വന്നില്ലേ മോളെ? അതാരാ മിസ്റ്റർ മർമ്മം? അല്ല, എല്ലാവർക്കും ഈ ഡ്രസ്സുകളുടെ പേരാ, അതുകൊണ്ട് ചോദിച്ചതാ. My dearest father-in-law. Yes.
നിന്റെ അങ്കിൾ മൂത്ത് നിൽക്കാണല്ലോടി. അങ്കിള് ഫിറ്റ് ആണെന്നാ ഇവര് പറയുന്നത്. അങ്കിൾ ഇതെത്രയാ? ഒന്ന് ഇതെത്ര അങ്കിൾ? മൂന്ന് അങ്കിളിന്റെ ബോഡിയിൽ എന്താ വൈപ്പർ ഫിറ്റ് ചെയ്തിട്ടുണ്ടോ? ഞാൻ കുപ്പിയൊക്കെ കൊണ്ടുവച്ചിട്ട് വരാം. വേഗം കൊണ്ട് കൊടുക്കണടി. ദേ ആ കാന്താരികള് വരുന്നുണ്ട്. ഇംഗ്ലീഷ് അറിയാമോ? ഏതോ ചപ്പട്ട സ്കൂളിലാ പഠിക്കുന്നത്. ഓക്കെ, വെയിറ്റ് ആൻഡ് സീ. മീറ്റ് മൈ സിസ്റ്റേഴ്സ് ഇൻ ലോ, സാവിത്രി ആൻഡ് സംഗീത. നമസ്തേ. ഹായ്. താങ്ക് യു. ഹായ്, നൈസ് കോഫി. സാവിത്രി, ഹൗ ഡു യു മേക്ക് കോഫി? ഐ ടേക്ക് മിൽക്ക്, ദെൻ പിന്നൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഷുഗർ. You speak English? Oh sure. She speaks well, you know. Very fluent. Oxford accent. നന്നായിട്ട് സംസാരിക്കും. എന്ത് വേണോ ചോദിച്ചോ. Okay. I'll ask you a question. നിന്റെ അച്ഛനൊരു പട്ടി ഉണ്ടായിരുന്നു എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? എങ്ങനെ പറയും പറ. My father is a dog. കേട്ടില്ലേ അങ്കിൾ? എന്റെ അച്ഛൻ ഒരു പട്ടിയാണെന്ന്. കഷണ്ടിക്ക് പോലും മരുന്നുണ്ട്, പിന്നെയല്ലേ ഈഗോ. അതിനും ട്രീറ്റ്മെന്റ് ഉണ്ടോ? അത് ഏത് വൈദ്യശാസ്ത്രത്തിൽ പെടും സാർ? ഏത് ഡോക്ടറെ കാണേണ്ടത്? ഡോക്ടർ മറ്റാരുമല്ല, താൻ തന്നെയാ. എടോ, അവിവാഹിതനായ ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ളത് സ്ത്രീകളുടെ മനഃശാസ്ത്രമാണ്. പെണ്ണെത്ര തന്റെ ഇടവും അഹന്തയുള്ളവളാണെങ്കിലും ശരി, താലി കെട്ടി ആദ്യം തന്നെ സ്പർശിച്ച പുരുഷനെ അവൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഈ താലി ഒരു അഡിക്ഷൻ ആണോ? എടോ, സ്നേഹപൂർവം, അതായത് സ്നേഹം അഭിനയിച്ച് വിളിച്ചോണ്ട് വന്ന് മധുരമായ ചില തിരിച്ചടികളെല്ലാം കൊടുത്ത് ജീവിതം പഠിപ്പിച്ച് അവളെ സ്വന്തമാക്കണോ. പോകാവടോ, ഞാനും വരാം. താനൊരു നല്ല കലാകാരനല്ലേ, അഭിനയിക്കാൻ അറിയാലോ. സഹോദരിമാരെ വെറുക്കുന്ന, അച്ഛനെ വേണ്ടെന്ന് വെക്കുന്ന, ഭാര്യയെ ഹൃദയതുല്യം സ്നേഹിക്കുന്ന ഒരു ഭർത്താവാകണോ. ദാമ്പത്യ ബന്ധമെന്നാൽ എന്താ? മഹാകവി കുട്ടമത്ത് പാടിയിട്ടുണ്ട്. ദാമ്പത്യബന്ധമാം പളുങ്കുപാത്രം ശില്പി വീഴുന്നൊരഗ്രത്തൊളിപ്പിച്ചു വെച്ചതാം, തട്ടരുത്, താഴേക്ക് വീഴരുത്, തകരരുത്, ഒട്ടൊക്കെ ശ്രദ്ധിക്ക പുരുഷാ നിൻവിധി. ദാമ്പത്യബന്ധമെന്നാൽ ഒരു പളുങ്കുപാത്രമാണ്. താഴെ വീണ് തകരാതിരിക്കാൻ പുരുഷനാണ് ശ്രദ്ധിക്കേണ്ടത്. മനസ്സിലായോ? ഓ, ഇനി കുട്ടമത്തങ്ങനെ പാടിയിട്ടുണ്ടോ എന്നായിരിക്കും തന്റെ ഒരു മുടിഞ്ഞ സംശയം. പാടൂ. ഗീത മോള് വിളിച്ച് പറഞ്ഞപ്പോൾ അറിഞ്ഞ എവിടെ? സത്യമായിട്ടും അയാൾ നിന്നെ തല്ലിയോ മോളെ? റിയലി അങ്കിൾ, തല്ലി. തിരിച്ചവന്റെ മോന്തക്കെട്ട് രണ്ട് പെട കൊടുക്കാമായിരുന്നില്ലേ നിനക്ക്? ഭാര്യമാരായ അങ്ങനെയാ വേണ്ടത്, ഇല്ലേ സൗദാമിനി? അനുഭവം ഗുരു. അളിയോ, എല്ലാം ഏർപ്പാടാക്കിയാണ് ഞാൻ വന്നിരിക്കുന്നത്. വിവാഹമോചനത്തിന് വക്കീൽ നോട്ടീസ് തയ്യാറാക്കാൻ എന്റെ വക്കീൽ ഇപ്പിങ്ങെത്തും. മറ്റൊന്ന്, ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പോലീസ് കമ്മീഷണർ ഇടത് കൈ കൊണ്ട് സല്യൂട്ട് ചെയ്യുന്നത്. വലത് കൈക്ക് എന്ത് പറ്റിയെന്ന് അളിയൻ ചോദിച്ചില്ല, ഞാൻ അത് തല്ലി ഒടിച്ചിരിക്കും. ഏതായാലും CM നെ വിളിച്ചൊന്ന് പറഞ്ഞേക്കാം. ഞാൻ വിളിക്കും. വിളിക്കടോ, വിളിക്കടോ. വേണ്ട, അവിടെ ചിലപ്പോൾ ലൈൻ എൻഗേജഡ് ആയിരിക്കും. ഇതൊക്കെ കൊണ്ടാ തന്നെ വിവരം അറിയിക്കാത്തത്. വിവാഹമോചനത്തിന് വക്കീലിനെ ഏർപ്പാടാക്കി CM നെ അറിയിക്കാൻ പോന്നു. എടോ, CM നെ താൻ കണ്ടിട്ടുണ്ടോ? പത്രത്തിലൊക്കെ ഫോട്ടോ വരുന്നതല്ലേ? കുട്ടികളുടെ ജീവിതത്തിൽ എന്തെങ്കിലും രസക്കേടുണ്ടായാൽ നമ്മൾ മുതിർന്നവർ വേണം ഇടപെട്ട് ഒത്തുതീർപ്പാക്കാൻ. എന്റെ മോളെ ഞാൻ സഞ്ജീവന്റെ കയ്യിൽ ഏൽപ്പിച്ചത് ആയുഷ്കാലം മുഴുവൻ ഒന്നിച്ച് ജീവിക്കാനാ, തമ്മി പിരിക്കാനല്ല. ആ ബോധം തനിക്കും ഉണ്ടാവണം. അമ്മാവനാത്രേ. ഞാൻ സഞ്ജീവനെ വിളിച്ചിട്ടുണ്ട്, ഇപ്പൊ എത്തും. ഞാൻ പോവില്ല. എന്നെ ഇൻസൾട്ട് ചെയ്ത് ഇറക്കി വിട്ടതാ. മോളെ, വെറുതെ വാശി പിടിക്കരുത്. ഇല്ല, മമ്മി ഡാഡി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അയാൾക്ക് ഇത്ര പവർ. അങ്കിൾ, തല്ലുകൊണ്ടതിന്റെ വേദന ഇനിയും തീർന്നിട്ടില്ല. വരുമ്പോ മുഖത്ത് നോക്കി 4 വർത്താനം പറഞ്ഞ് ഇറക്കി വിട്ടേക്കണം. ഏറ്റുമോളെ, നിന്റെ മുഖത്തടിച്ച കൈ നിന്റെ മുമ്പിലിട്ട് ഞാൻ തല്ലി ഓടിച്ചേക്കാം, പോരെ? ആഹാ, സഞ്ജീവനെത്തി. പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. വെറുതെ IPS ആണ്, കമ്മീഷൻ ആണെന്നൊക്കെ പറഞ്ഞ കൊടുമുടി നിൽക്കാതെ താഴേക്ക് ഇറങ്ങണം, തറയാവണം. ഈ ഭർത്താവാകുന്നത് തന്നെ തറയാ, അതിലും തറയാവണം. നോക്ക്, അവളെയും കൊണ്ടേ ഇവിടുന്ന് ഇറങ്ങാവൂ. ആ DGPയുടെ അളിയൻ, ആ പന്നി പെരിച്ചാരി രാഷ്ട്രീയക്കാരനുണ്ടല്ലോ, അവനുമുണ്ട്. ദാ കാറ് കിടക്കുന്നു. അവനെ ഒന്ന് പ്രസാദിപ്പിച്ചേക്കണം. വെറും തറയാ, മനസ്സിലായോ? മനസ്സിലായി.
ഇനി സാറ് നോക്കിക്കോ. ആ ഇരിക്കടോ എടുക്കളെ സഞ്ജീവൻ ഇരിക്കെ. എഴുന്നേൽക്ക്. എന്താ കുട്ടി കാട്ടണേ? ക്ഷമിക്കണം സാർ. DAG പറഞ്ഞപ്പോഴാണ് അങ്ങയുടെ മഹത്വം എനിക്ക് കൂടുതൽ ബോധ്യമായത്. അങ്ങ് ആദർശധീരനായ ഒരു രാഷ്ട്രീയക്കാരനാണ്. അങ്ങയുടെ അനന്തരങ്ങളോട് ഞാൻ തെറ്റ് ചെയ്തു പോയി സാർ. എനിക്ക് മാപ്പ് തരണം. എന്താ മോനെ മാപ്പി ചോദിക്കാൻ ഇവിടെ എന്തുണ്ടായി? വിവാഹ ബന്ധമാകുമ്പോ ചില കശവിശകളൊക്കെ ഉണ്ടാവും. ഭാര്യ കിട്ട് ഭർത്താവ് കൊടുത്തോന്ന് വരും. കൊടുക്കണമല്ലോ. അതിനാ കൈ തന്നിരിക്കുന്നത്. ഇല്ലല്ലയാ കേട്ടോ ഇടിക്കട്ടെ. ഞാൻ അളിയനോട് പറയുകയായിരുന്നു ഗീതമോള് കാണിച്ച് ഒട്ടും ശരിയായില്ലെന്ന്. ഇല്ലല്ലയാ താനാടോ യഥാർത്ഥ രാഷ്ട്രീയക്കാരൻ. 5 മിനിറ്റ് മുമ്പ് താൻ പറഞ്ഞതെന്ന് തോന്നാ ഇടത് കൊണ്ട് സല്യൂട്ട് ചെയ്യിക്കും ഡൈവോഴ്സ്. അളിയൻ ഒരു മാതിരി ചൊറിയണ വർത്താനം പറയരുത്. കേട്ടോ ഇടിക്കട്ടെ. ഇടിക്കുള രണ്ടും ഒന്ന് തന്നെയാണ് മിസ്റ്റർ ഇടിക്കുളെ. ആ ഗീതുവിനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് സഞ്ജീവനെ എനിക്കറിയാം. ആ ഇരിക്കും മോനെ. വേണ്ട സാർ. അപ്പൊ ഞാൻ എന്താ പറഞ്ഞു നിർത്തിയ? മതി. ആ സഞ്ജീവനെ ഞാൻ വിളിപ്പിച്ചത്. ഒന്നും പറയണ്ട സാർ. സഞ്ജീവനെല്ലാം എന്നോട് പറഞ്ഞു. പുള്ളിക്ക് കുറ്റബോധമുണ്ട്. സാറിനെയും അങ്കിളിനെയും ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാൻ ഒരു മടി. അതുകൊണ്ടാണ് ഞാൻ കൂടെ പോകുന്നത്. ഗീതുവിന്റെ ഫ്രണ്ട്സിനോട് ഇൻഡിഫറന്റ് ആയിട്ട് എനിക്ക് എന്തൊക്കെയോ പറയേണ്ടി വന്നു. തെറ്റായി പോയിന്നറിയാം. ഗീതുവിന്റെ സ്ഥാനത്ത് മറ്റാരായിരുന്നാലും പോട്ടെ. ഇനി അതൊന്നും ആവർത്തിക്കില്ല അങ്കിൾ. ഗീതുവിനെ എന്നോടൊപ്പം അയക്കണം. ഡാഡിക്ക് വേണ്ടി ഞാൻ പോവാം ഇപ്പൊ തന്നെ. പക്ഷെ ഒരു കാര്യം, അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ അപ്പൊ ഞാൻ ഡാഡി അറിയിക്കും. ഡാഡി വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോരണം. അല്ലെങ്കിൽ പിന്നെ എന്നെ ആരും കാണില്ല. ഒന്നും ഉണ്ടാവില്ല മോളെ. വാ. വെറുതെ മോൻ വിഷമിക്കണ്ടാ. ശരി അങ്കിൾ. ആ സഞ്ജീവൻ, എന്റെ മോള് പിണക്കമെല്ലാം മറന്ന് തന്റെ കൂടെ വരികയാണ്. ഇനി നുള്ളിന്നും പിച്ചിന്നും ഒക്കെ പറഞ്ഞ് വഴക്കിടരുത്. ഓക്കെ, ഓപ്പൺ എ ന്യൂ ഫയൽ. കമ്മീഷണറെ, പത്തിയും മടക്കി വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. ഇനി എന്നെ ഭരിക്കാന്ന് കരുതണ്ട. അതാ പെണ്ണിന്റെ മിടുക്ക്. എടി DGPയുടെ മോളെ, ഇനിയാണ് സഞ്ജീവന്റെ യഥാർത്ഥ മുഖം നീ കാണാൻ പോണത്. എന്റെ കണ്ടകശിനി തീർന്നു. ഇനി നിന്റെ കണ്ടകശിനി ആടി. മോള് സമാധാനമായിട്ട് പൊയ്ക്കോ. അങ്കിളിന്റെ എല്ലാ അനുഗ്രഹം ഉണ്ടാവും. സഞ്ജീവനെ വേദനിപ്പിക്കല്ലേ മോളെ. നിക്ക് മോളെ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി പുതിയൊരു ജീവിതമാ. സ്നേഹത്തിന്റെ കാലഘട്ടം. നിന്നെ ഞാൻ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കും. ഇനി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ തന്നെ അത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. നാട്ടുകാരറിയണ്ട. നാട്ടുകാരുടെ മുമ്പിൽ നമ്മൾ സന്തുഷ്ടരാണ്. വലതുകാലി വെച്ച് കയറിക്കോ മോളെ. എന്താടി ഇത്? ഏട്ടന്റെ ഷർട്ട്. അത് നിന്നോട് ആരാ തേക്കാൻ പറഞ്ഞത്? ഗീതു മോളെ, ഗീതു. ദാ കണ്ടില്ലേ, എന്റെ ഷർട്ട് ഇവള് തേക്കുന്നു. ഞാനിപ്പോ വന്നത് എന്ത് ഭാഗ്യം. ഭർത്താവിന്റെ ഷർട്ട് അലക്കുക, തേക്കുക, അടുക്കളയിൽ കയറി ചോറും കറിയൊക്കെ വെക്കുക, ഇതൊക്കെ ഭാര്യയുടെ മാത്രം അവകാശങ്ങളാണ്. സഹോദരിമാരും അച്ഛനൊക്കെ അവരവരുടെ സ്ഥാനത്ത് നിന്നാ മതി. വെറുതെ അമിത സ്വാതന്ത്ര്യത്തിന്റെ ഭാര്യയുടെ മനസ്സോ ശോഭിച്ചാലുണ്ടല്ലോ. നിങ്ങൾക്കൊന്നും അടുക്കളയിൽ വേറെ പണിയില്ലേ? കുട്ട, ഷർട്ട് തേച്ചോളൂ. എന്തായി? തേച്ച് കൊളാക്കുവോ? IPSന്റെ പുതിയ ഭരണപരിഷ്കാരം എത്ര കാലത്തേക്കാണോ? ഇതാ ചുളുക്കുണ്ടോ നോക്ക്. നമ്മുടെ ജീവിതത്തിലെ ചുളുക്ക് വീണില്ലേ കുട്ടാ. നമുക്കതൊന്ന് തേച്ച് ശരിപ്പെടുത്തിയെടുക്കണം. പല കുറി കരയുമ്പോൾ ചിരിക്കാൻ പഠിക്കും എന്ന് പറഞ്ഞ പോലെ പല കുറി തേക്കുമ്പോൾ തേക്കാൻ പഠിക്കും. അടുക്കളയിൽ ആരുമില്ലേ? ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായോ? ഇതാകുന്നു. എന്താ ഇതിനൊക്കെ എത്ര താമസം? ഇനി മുതൽ കാര്യങ്ങൾ മണിയായിട്ട് കിടക്കണം. വടകൂട്ട, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. റെഡി? ഇതൊക്കെ ഇവിടെയാണോ കൊണ്ടുവെക്കുന്നത്? എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടി നീറ്റ്നെസ് ഒക്കെ വേണ്ടേ? അതെങ്ങനെ ഉണ്ടാവാനാ? വേറെ ഒരു ചീള ഏട്ടിന്റെ മക്കളല്ലേ. എന്താ ഈ പടച്ചു വെച്ചിരിക്കുന്നത്? അരി ഉഴുന്നു അരച്ച് ആവിയിൽ വെച്ച ഇഡ്ഡലിയാവൂ?
ആ പൂപ്പയാണോ കഴിക്കാൻ വന്നിരിക്കുന്നത്? കമ്മീഷണർ, DGPയുടെ മോള്, അതൊക്കെ ഓർക്കണ്ടേ? ഹ്, ഒട്ടും ശരിയായില്ലല്ലേ? നന്നായിട്ടുണ്ട്. ആണോ? എങ്കിൽ കഴിച്ചോ. പിള്ളേരെന്തേ നോക്കിയേക്കുന്നത്? ഏട്ടത്തേക്ക് ബുൾസൈ കൊടുക്ക്. എനിക്ക് വേണ്ട. എന്ന് പറഞ്ഞാ പറ്റില്ല. ആഹാരത്തിന് മുൻപും പിൻപും ബുൾസൈ കഴിച്ചിരിക്കണം. നിന്റെ മുഖത്തെന്താണ് ഒരു വാട്ടം? എന്റെ മുഖം ഇങ്ങനെയൊക്കെ തന്നെയാ. എന്ന് നീ മാത്രം പറഞ്ഞാ മതിയോ? കാര്യമായ വാട്ടമുണ്ട് സാവിത്രി. ഇതോ. നാളെ മുതൽ ഏട്ടത്തേക്ക് പശുവിൻ പാലിൽ ബദാം ചേർത്ത് കൊടുക്കണം. ഏട്ടാ ഇവിടെ കവർ പാലേ കിട്ടൂ. പോരാ, പശുവും പാല് തന്നെ കൊടുക്കണം. മർമ്മം പോയി മേടിച്ചോണ്ട് വരട്ടെ. കസർത്തല്ലാതെ വേറെ എന്തെങ്കിലും ജോലി വേണമല്ലോ. ഒരു DGPയുടെ മോളുടെ പടുതിയെ. എടേ, ഈ ശരീരം നന്നാവാനും മനസ്സേകാഗ്രമാക്കാനും ആയുർവേദത്തിൽ ഒരു മരുന്നുണ്ടല്ലോ. എന്താ അത്? തെങ്ങിൻ പണ്ട രസായനോ? അതെ, അതുടനെ എത്തിക്കാം. എനിക്കൊന്നും വേണ്ട. അയ്യോ, വെറുതെ എന്നെ കൊണ്ട് പൈസ ചെലവായിക്കണ്ടെന്ന് വെച്ചിട്ടല്ലേ എന്റെ ഭാര്യയുടെ ആരോഗ്യം നോക്കി കഴിഞ്ഞിട്ട് മതി എനിക്ക് സമ്പാദ്യം. നീ ഇനി ജോലി ഒന്നും ചെയ്യണ്ട. വല്ല വീക്കിലിയും വായിച്ചിരുന്നാ മതി. ടയേർഡാവുമ്പോ കിടന്നുറങ്ങിക്കോ. പിന്നെ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും കിടന്നുറങ്ങിക്കോ. എന്നിട്ടും ബോറടിക്കണെങ്കിൽ TV സീരിയൽ കണ്ടോ. നേരത്തെ പറഞ്ഞു ഭർത്താവിന്റെ തുണി അലക്കുന്നതും അടുക്കള കയറി പാചകം ചെയ്യുന്നതൊക്കെ ഭാര്യയുടെ അവകാശമാണ്. ഇപ്പൊ പറയുന്ന ഒന്നും ചെയ്യണ്ടാന്ന്. ഇതിലേതാ? അയ്യോ, ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു നേരത്തെ. എങ്കിലും അതൊക്കെ വിട്ടേക്ക്. നീ ഇനി ഒന്നും ചെയ്യണ്ട. ആ, ഇടയ്ക്കിടയ്ക്ക് ഓഫീസിലേക്ക് വിളിക്കണേ കൂട്ടാ. 5 മിനിറ്റ് ഇടവിട്ട് നിന്റെ ശബ്ദം കേട്ടില്ലെങ്കിൽ ഞാൻ ആകെ മൂഡൌട്ടാവും. ദേ, ഇനി ഓരോന്ന് ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കരുത്. ബ്രേക്ക് ഡൗൺ ആയിക്കണ ബന്ധം ഇപ്പൊ ടോപ്പ് ഗിയറിലായല്ലോ അണ്ണ. ഓരോന്നാലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കരുതെന്ന് മറ്റേ വകുപ്പ് ശരിയായെന്നാ തോന്നുന്നു. പോയിട്ട് വരട്ടെ കൂട്ടാ. ആ, എന്താ രാധാരുക്മണിമാര്? സ്കൂൾ വാർഷികത്തിന്റെ കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ വന്നതാ. 16-ാം തീയതി അല്ലേ? എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയല്ലേ ടീച്ചറെ, മറക്കുവോ? PTA പ്രസിഡന്റ് നിലയ്ക്ക് ഞാനും ഓർമ്മിപ്പിക്കുകയാണ്. സമ്മാനദാനം നിർവഹിക്കാൻ സാറിന്റെ മാഡവും നിർബന്ധമായും എത്തണം. വരുമടോ, ഇപ്പൊ ഞങ്ങൾ ഒന്നിച്ച് എവിടെയും പോവാറുള്ളൂ. ഗീതു, 16-ാം തീയതി സ്കൂളിലെ സമ്മാനദാനം ഓർമ്മയുണ്ടല്ലോ. ഗീതുവിന്റെ പേര് വളരെ പ്രാധാന്യം കൊടുത്ത് നോട്ടീസിൽ അച്ചടിപ്പിക്കണം. DGPയുടെ മകളാണെന്നുള്ളത് പ്രത്യേകം ബ്രാക്കറ്റിൽ ചേർത്തിരിക്കണം. എന്നാ ഞങ്ങൾ അങ്ങോട്ട്. ഓ, സാർ, ഒരു സംശയം ചോദിച്ചോട്ടെ? മാഡവുമായി ഇത്ര പെട്ടെന്ന് ഇണങ്ങിച്ചേർന്ന ഏത് വകുപ്പിലാ? ഒരു മേലുദ്യോഗസ്ഥന്റെ പേഴ്സണൽ അഫയേഴ്സിൽ കീഴുദ്യോഗസ്ഥന് ഇടപെടണ്ട. അണ്ടർസ്റ്റാൻഡ്? സോറി സാർ. എന്നാലും ഇനി അങ്ങോട്ട് ഞങ്ങളുടെ ജീവിതം മാറ്റി പൊളിയാടോ. എടോ, എന്താ സാർ? ആയുർവേദത്തിലെ ഏറ്റവും കയ്പുള്ള കഷായം ഏതാ? വേപ്പിൻപെട്ട കഷായം. എങ്കിൽ അതൊരു 6 കുപ്പി വാങ്ങണം. മറ്റൊന്നുകൂടി ഉണ്ട് സാർ, ഗുൽഗുലു തിക്തകം. ഉച്ചി മുതൽ ഉള്ളം കാല് വരെ കഴിക്കും. വെരി ഗുഡ്. എന്നാൽ അതും ഒരു 6 കുപ്പി വാങ്ങിക്കോ. ആർക്കാണ് സാർ രക്തദൂഷ്യം? സാറിനാണോ? മറുചോദ്യം വേണ്ട. ഒരു മേലുദ്യോഗസ്ഥന്റെ പേഴ്സണൽ അഫയേഴ്സിൽ കീഴുദ്യോഗസ്ഥന് ഇടപെടണ്ട. അണ്ടർസ്റ്റാൻഡ്? യെസ് സാർ. കൊള്ളാം. ഭാര്യയെ കയ്പുനീര് കുടിപ്പിച്ചു എന്ന് കേട്ടിട്ടേ ഉള്ളൂ. താനത് പ്രാക്ടിക്കലാക്കി കളഞ്ഞല്ലോ. സമർത്ഥനാണോ താൻ? സമ്മതിച്ചിരിക്കുന്നു. ഇതൊക്കെ കേട്ടപ്പോ എനിക്കും ഒന്ന് കല്യാണം കഴിച്ചാലോ എന്ന് തോന്നുന്നു. എങ്കിലും ആലോചിക്കാം സാർ. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ വനിതാ SI ലീലാമ്മ 45 കഴിഞ്ഞിട്ട് വിവാഹമായിട്ടില്ല. അയ്യോ, അവളെ കല്യാണം കഴിച്ചാൽ അവൾ എന്നെയായിരിക്കും കഷായം കുടിപ്പിക്കുന്നത്. അതിരിക്കട്ടെ, താൻ ഈ കഷായം കുടിപ്പിക്കുന്നതൊക്കെ പുള്ളിക്കാരത്തിക്കുള്ള ശിക്ഷയാണെന്ന് അവൾ മനസ്സിലാക്കുന്നുണ്ടോ? മനസ്സിലാക്കുന്നുണ്ടാവാം. പക്ഷെ അവളത് ഭാവിക്കുന്നില്ല. നല്ല അനുസരണ. ഓ, സത്യം പറ, ഒരാഴ്ചയായിട്ട് നിങ്ങൾ എന്താ എന്നെ കുടിപ്പിച്ചോണ്ടിരിക്കുന്നത്? മൈ ഗോഡ്, ലിവർ എല്ലാം കൂടെ പുറത്തു വരുന്നത് പോലെ. മോളെ, ഏടത്തിയുടെ മുതുകും തടവിക്കോട്. വേണ്ട, ഡോണ്ട് ടച്ച് മീ. പറ, എന്ത് വിഷമാണ് നിങ്ങൾ എനിക്ക് തന്നോണ്ടിരിക്കുന്നത്? ടെൽ മീ. വിഷമല്ല ഏട്ടത്തി, വിളർച്ച മാറാനുള്ള. വിളർച്ച? ആർക്കാടി വിളർച്ച? മോളെ, നാരങ്ങാനീരിൽ ഉപ്പിട്ട് കുടിച്ചാ മതി. അത് തന്റെ മര്യാദക്ക് മരുന്നിന്റെ പേര് പറയുന്നുണ്ടോ? എനിക്കറിയില്ല മോളെ. ഓ, എന്തൊരു സ്നേഹം. നിങ്ങളിപ്പോ കുടിയൊക്കെ നിർത്തി വലിയ മാന്യനായിപ്പോയി. എന്റെ പണം കൊണ്ട് കുറെ കുടിച്ചിട്ടുള്ളതാ. ആ നന്ദി വേണം. എന്ത് മരുന്നാവും ഞങ്ങൾക്ക് അറിയില്ല. സൽപ്പേര് സദാനന്ദന വാങ്ങിയെന്നറിയാം. അത് ശരി. നിക്കട അവിടെ. തന്നോടാ പറഞ്ഞ നിക്കാൻ. മാഡം എന്നെ വിളിച്ചോ? വിളിച്ചു. കമ്മീഷണറുടെ ഭാര്യക്ക് താൻ എന്ത് മരുന്നാണ് വാങ്ങിയത്? തന്നെ കാമാക്ഷി വിളിക്കണു. ഞാനിതാ വരുന്നടി. സ്റ്റോപ്പ് ദേർ. കുട്ടാ, നമ്മൾ സന്തുഷ്ടരാണ്. അയാളെ വെറുതെ വിട്ടേക്ക്. പോണ്ട. എന്താണ് വാങ്ങിയത്? കമ്മീഷണറുടെ വൈഫും DGPയുടെ മകളുമാണ് ചോദിക്കുന്നത്. നാളെ കെട്ടിപ്പറക്കി കാസർഗോഡേക്ക് പോണെങ്കിൽ പറയണോ? രക്തദൂഷ്യം കൊണ്ട് ചൊറിയും ചിരങ്ങും വരുന്നവർക്ക് കൊടുക്കുന്ന ഉത്തമ ആയുർവേദ ഉൽപ്പന്നമായ വേപ്പിൻപെട്ട കഷായമാണ് മാഡത്തിന് തന്നത്. വേപ്പിൻപെട്ട കഷായമോ? എന്നിട്ട് ശരീരം നന്നാകാനെന്ന് പറഞ്ഞിട്ട്? ആഹാ, ഇപ്പൊ കാണിച്ചു തരാം. എടോ സാർ,
രണ്ട് ഭാര്യമാരെയും അവരിൽ എനിക്കുണ്ടായ 7 മക്കളെ ഒരേ മേൽക്കൂരയിൽ ഒരേ നുകത്തിക്കെട്ടി പൊട്ടിത്തെറികളും പൊട്ടലും ചീറ്റലുമില്ല ശാന്തമായി കുടുംബം മുന്നോട്ട് നയിക്കുന്നുകൊണ്ടാണ് നാട്ടുകാരന്റെ സൽപ്പേര് സദാനത്തിന് വിളിക്കുന്നത്. ആ സൽപ്പേരിനെ ദുഷ്പേര് കേൾപ്പിക്കരുത് സാർ. ഡാഡി ഡാഡി ആ മരുന്നിന്റെ പേര് കിട്ടി. ചൊറിക്കും ചെരങ്ങിനൊക്കെ കൊടുക്കുന്ന വേപ്പിൻ പട്ട കഷായം. ഇപ്പൊ മനസ്സിലായില്ലേ? ഏയ് അതൊന്നും ആയിരിക്കില്ല. സഞ്ജീവൻ അങ്ങനൊന്നും ചെയ്യില്ല മോളെ. നിന്റെ ദേഹരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഏതോ വില കൂടിയ മരുന്നായിരിക്കും. അല്ല ഡാഡി, ഇതൊരു പ്ലാന്റ് റിവെഞ്ചാ. ഇനി 3 കുപ്പിയോട് ഷെൽഫിൽ വെച്ച് പൂട്ടിയിരിക്കുക എന്നെ കൊണ്ട് കുടിപ്പിക്കാൻ. ആ അതുകൂടി നിർബന്ധമായും എന്റെ മോള് കഴിക്കണം. മെഡിസിൻ ഒരു കോഴ്സ് പൂർത്തിയായാലേ അതുകൊണ്ട് ഫലമുണ്ടാവും. ആ 3 കുപ്പിയും കൂടി കുടിച്ച എന്റെ ഡെഡ് ബോഡി ആയിരിക്കും ബാക്കി. ബി സീരിയസ് ഡാഡി. ഒരാഴ്ചയായിട്ട് ഞാൻ ത്രൂ ഔട്ട് ഛർദിക്കുക. ഛർദിയോ? ലക്ഷ്മി, എന്താ മോക്ക് ഛർദി തുടങ്ങിന്ന്? മോളെ, മമ്മിയാ മോക്ക് ഛർദിലോ? അതെ മമ്മി, ഏതോ വൃത്തിയായിട്ട മരുന്ന് എന്ന് ഛർദിപ്പിക്കുക. പറഞ്ഞിട്ട് ഡാഡിക്ക് മനസ്സിലാവുന്നില്ല. എന്നാ മമ്മിക്ക് മനസ്സിലായി. ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. ഇനി അങ്ങോട്ട് ശരീരം വളരെ സൂക്ഷിക്കണേ മോളെ. കുറച്ച് മരുന്ന് ലേഖ്യമൊക്കെ വാങ്ങി മമ്മിയും ഡാഡിയും ഉടനെ അങ്ങോട്ട് വരുന്നുണ്ട്. അയ്യോ മമ്മി, ഇതല്ല. ഇനി മോൾ ഒന്നും പറയണ്ട. ഇപ്പൊ അല്പം ശുണ്ഠിയൊക്കെ കൂടുന്ന ടൈമാ. മോള് ഫോൺ വെക്കടി മോളെ. പൊട്ടി പെണ്ണ, ഒന്നും അറിയില്ല. ആരും എന്റെ പ്രോബ്ലം മനസ്സിലാക്കുന്നില്ലല്ലോ. ഞാൻ മനസ്സിലാക്കുന്നുണ്ട് കുട്ടാ. എനിക്ക് തന്നോടുള്ള സ്നേഹത്തിന്റെ ആഴമൊക്കെ അങ്കിളിന് നന്നായിട്ട് അറിയാം. അയ്യോ പാവം, 4-5 ദിവസമായിട്ട് നിർത്താതെ ഛർദിക്കുന്നതല്ലേ, നല്ല ക്ഷീണം ഉണ്ടാവും. ആ പിന്നെ നാളെയാണ് സ്കൂളിലെ ഫംഗ്ഷൻ. കമ്മീഷണർ ഉദ്ഘാടനം, മിസസ് കമ്മീഷണർ സമ്മാനദാനം. വീഡിയോ കവറേജ് ഒക്കെ ഉള്ളതാണ്. നല്ല സ്മാർട്ട് ആയിരിക്കണം. ഓക്കെ, വാ കിടക്കാം. ഇങ്ങനെ കിടന്നാ ശരിയാവില്ല. പിണങ്ങുമ്പോ ഏതൊരു ഭാര്യയും കാണിക്കുന്നൊരു വലിയ കള്ളത്തരം അത്. ചില വായി നോക്കി ഭർത്താക്കന്മാര് പുറകെ ചെല്ലും. എനിക്ക് നല്ല കൺട്രോളാ. കുറെ ദിവസം നീ ഇങ്ങനെ തന്നെ കിടക്കും. ഇരിക്കണം സാർ. യോഗം തുടങ്ങാൻ ഒരു 10 മിനിറ്റ് വൈകും. അതുവരെ അതിനെന്താ വെയിറ്റ് ചെയ്യാം. ടീച്ചർ ഒന്ന് വന്നേ. PTA പ്രസിഡന്റ് നിലയ്ക്ക് എനിക്കുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. ഞാൻ സ്റ്റേജ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് വരാം. സാർ നോട്ടീസ്. ഡ്രിങ്ക്സ് കൊടുത്തയക്കാം. വേപ്പിൻ പട്ടയായിരിക്കും. ഒരു വേപ്പിപ്പട്ട വരുത്തി വെച്ച വിനേ. ഓ മലയാളം. ഇവർക്ക് ഇതൊന്ന് ഇംഗ്ലീഷിൽ പ്രിന്റ് ചെയ്താൽ എന്താ? എല്ലാവർക്കും വായിക്കാലോ. ഓഹോ സുഹൃത്തെ, ഇനി പോയിട്ടേ ആ പാവം പിള്ളേരുടെ പടം എടുക്ക്. ഞങ്ങളൊരു സ്വകാര്യം പറഞ്ഞോട്ടെ. ഓടേ. പഞ്ചവാദ്യം, താലപ്പൊലി, സ്വീകരണം, കണ്ടോടി കമ്മീഷണറുടെ ഒരു വില. ഓ ഒരു ജെന്റിൽമാൻ. കമ്മീഷണറുടെ യഥാർത്ഥ മുഖം ഇവർക്ക് അറിയില്ലല്ലോ. ഒരു കാമദേവൻ ചമഞ്ഞിരിക്കുന്നു. സംശയം എന്താടി? സ്വീകരിച്ചു കൊണ്ടിരുമ്പോ എല്ലാവരുടെയും കണ്ണ് സഞ്ജീവന്റെ മുഖത്ത് തന്നെയായിരുന്നു. അതെ, ഇത്രയും നല്ലൊരു പെണ്ണിനെ, അതും DGPയുടെ മോളെ ഈ കോമാളിക്ക് എങ്ങനെ കിട്ടിയെന്ന അത്ഭുതം കൊണ്ടാവും. അതല്ലടി കുരങ്ങ്, ഇത്രയും സുമുഖനായ ഒരു ചെറുപ്പക്കാരന്റെ കൂടെ കണ്ണ് തട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഒരെണ്ണം എന്നാവും. മര്യാദക്ക് എന്റെ തണലില് വെയിറ്റിട്ടിരിക്കടി. ഓ അങ്ങ് ഇരുന്നേച്ചാലും മതി. ഈശ്വര പ്രാർത്ഥന പാടാമെന്ന് ഏറ്റുന്ന കുട്ടിക്ക് സുഖമില്ല. ആശുപത്രി കൊണ്ടുവരിക. അയ്യോ ഇനിയിപ്പോ എന്ത് ചെയ്യും? 9Bയിലെ നിഷ വന്നിട്ടുണ്ടോ ടീച്ചറെ? ആ കുട്ടി എത്തിയിട്ടില്ല. മീനാക്ഷി, കമ്മീഷണർ വൈഫും വെയിറ്റ് ചെയ്യാണ്. ഉടനടി യോഗം തുടങ്ങണം. കൊല്ലാപ്പായല്ലോ. ഇനി ആരെ കൊണ്ടാ പാടിക്കുന്നത്? ഈശ്വര പ്രാർത്ഥന ഇല്ലാതെ എങ്ങനെ മീറ്റിംഗ് തുടങ്ങും? DGPയുടെ മോളെ ഒരു പാഠം പഠിപ്പിക്കാൻ പറ്റിയ അവസരം. ഇവള് പാടും. നീ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ശരിയാ. എന്താ പ്രശ്നം? ഈശ്വര പ്രാർത്ഥനയുടെ കാര്യം പറയുന്നത് കേട്ടു. അല്ല, ഈശ്വര പ്രാർത്ഥന പാടാമെന്ന കുട്ടിക്ക് പെട്ടെന്നൊരു അസുഖം. മറ്റൊരു കുട്ടിയെ അല്ല, ഈശ്വര പ്രാർത്ഥന ചൊല്ലാൻ പറ്റിയ ഒരാൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. പക്ഷെ നിങ്ങളുടെ സ്റ്റുഡന്റ് ഇല്ലാന്ന് മാത്രം. അതാരാ സർ? എന്റെ ഭാര്യ ഗീതു. അവൾക്ക് ഈ പബ്ലിക് ഫംഗ്ഷനിലൊക്കെ പാടാൻ വലിയ താല്പര്യ. അല്ല, നിങ്ങളുടെ സ്കൂൾ നിയമത്തിന് വിരുദ്ധമാണെങ്കിൽ വേണ്ട. അയ്യോ, ഞങ്ങളുടെ വിശിഷ്ട അതിഥി തന്നെ ഈശ്വര പ്രാർത്ഥന ചെല്ലുന്നത് ഞങ്ങൾക്ക് അഭിമാനമല്ലേ സാർ? സാറിന്റെ അയൽവക്കക്കാരനാണ് ഞാൻ. മാഡത്തിന്റെ പലതരത്തിലുള്ള ഒച്ചയും കേട്ടിട്ടുണ്ട്, പക്ഷെ പാട്ടും കവിതയും കേട്ടിട്ടില്ലോ സാർ. എന്നാലൊന്ന് കേൾക്കണം. സർവകലാ വല്ലഭയല്ലടൂ. വള്ളത്തോളിന്റെയും വയലാറിന്റെയും വൈലോപ്പള്ളിയുടെ ഒക്കെ വരികൾ അവളെ ചൊല്ലുന്നത് കേട്ട നമ്മൾ അങ്ങനെ കേട്ടോണ്ട് നിന്ന് പോവും. അവളുടെ സ്വരമാതിരത്തിന് മുമ്പിൽ P. സുശീലയും S. ജാനകി ഒന്നും അല്ലടോ സാർ. എന്നാ ഈശ്വര പ്രാർത്ഥന മിസസ് ഗീതു സഞ്ജീവ് അജണ്ടയിൽ എഴുതി ചേർത്തോ. സംപൂജ്യരായ വിശിഷ്ട അതിഥികളെ, സഹപ്രവർത്തകരെ, എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മുടെ ശിവപുരം ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ 40ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം ആരംഭിക്കുന്നു. ആദ്യമായി ഈശ്വര പ്രാർത്ഥനയാണ്. ഇന്നിവിടെ ഈശ്വര പ്രാർത്ഥന ചൊല്ലുന്നത്
നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത വിശിഷ്ട വ്യക്തിത്വത്തിനുടമയായ ഒരു സ്ത്രീരത്നമാണ്. അവരാരെന്നറിയുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. ആ ഗാനമാധുരി അനുഭവിച്ചറിയാൻ നമുക്ക് കിട്ടിയിരിക്കുന്ന അപൂർവ സന്ദർഭമാണിത്. ആ മഹാപ്രതിഭ മറ്റാരുമല്ല, ബഹുമാനപ്പെട്ട പോലീസ് കമ്മീഷണർ മിസ്റ്റർ സഞ്ജീവിന്റെ ഭാര്യയും നമ്മുടെ DGP രാജശേഖരൻ നായരുടെ മകളുമായ മിസ്സസ് ഗീതു സഞ്ജീവ്. ഈശ്വര പ്രാർത്ഥനയ്ക്ക് പുറമെ ഇടയ്ക്കൊരു പാട്ടുകൂടി പാടി ഈ വേദി ധന്യമാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മിസ്സസ് ഗീതുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അവര് ക്ഷണിച്ചല്ലേ, ധൈര്യമായിട്ട് Come on. നാണം കൊണ്ടാ. ഇതിൽ നാണിക്കാൻ എന്തിരിക്കുന്നു? Come on, please. ചെല്ല്. ഐ കാണ്ട്. എനിക്ക് പ്രേയർ സോങ് അറിയില്ല. അയ്യോ, കാണാതെ അറിയില്ലായിരിക്കും. സാരില്ല, ഞാൻ എഴുതരാം. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി സോറി, എനിക്ക് മലയാളം എഴുതാനും വായിക്കാനും അറിയില്ല. കുട്ടൻ അവിടെ പോയിരിക്കെ. അന്ന് ഇംഗ്ലീഷ് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് നീ എന്റെ സഹോദരിമാരെ കരയിച്ചതേ നിന്റെ തലതിരിഞ്ഞ 4 കൂട്ടുകാരികൾ മാത്രമേ കണ്ടുള്ളൂ. മലയാളം അറിയാൻ പാടില്ലാത്തതുകൊണ്ട് നീ കരഞ്ഞത് ആയിരക്കണക്കിന് ആളുകൾ അടി കണ്ടത് ദൈവം ഉണ്ടാക്കി തന്നൊരു ചാൻസ് അത്. അല്ലെങ്കിൽ പിന്നെ പ്രാർത്ഥന ചൊല്ലാമെന്ന് നേരിടുന്ന കുട്ടിക്ക് അസുഖം വരാനും അത് ഞാനറിയാനും എനിക്കങ്ങനെ ഒരു ഐഡിയ തോന്നാനും കലാപരിപാടി വൻ വിജയമായിരുന്നില്ലേ? Circumstance is the villain. എന്തോ വല്ലതും പറഞ്ഞായിരുന്നോ? ആ, സാഹചര്യമാണ് ഇപ്പോഴത്തെ വില്ലൻ. അതിപ്പോ നിങ്ങളുടെ ഭാഗത്താ. നാളെ ആ പന്ത് എന്റെ കോട്ടിലും വരും. വരട്ടെ. കാമാക്ഷി, നിന്റെ മക്കളെല്ലാം ഉണ്ടോ നോക്ക്. മീനാക്ഷി, നിന്റെ കുട്ടികളെ നീ ശ്രദ്ധിച്ചോണം. അവിടെ ചെന്ന് ബഹളമൊന്നും വെക്കല്ലേ മക്കളെ. അയ്യോ, സാവിത്രി, സമയായി. എന്താ ചേച്ചി, ഇന്നല്ലേ സാറും മാഡവുമായിട്ടുള്ള മനം പോലെ മംഗല്യം പരിപാടി? ഓ, ഞങ്ങളത് മറന്നു. അച്ഛാ, ഏട്ടനും അടുത്തുള്ള TV പ്രോഗ്രാം. ഏട്ടാ, മരം പോലെ മംഗല്യം പരിപാടി തുടങ്ങാൻ പോവാ. സുപ്രിയ ടിവിയുടെ മനം പോലെ മംഗല്യം എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പരസ്പര ധാരണ, സ്നേഹം, ഇഷ്ടാനിഷ്ടങ്ങൾ എന്നീ കാര്യങ്ങളിൽ ദമ്പതിമാർക്കുള്ള ഐക്യം പരീക്ഷിച്ചറിഞ്ഞ് ഏറ്റവും മനപ്പൊരുത്തമുള്ള ദമ്പതികളെ തിരഞ്ഞെടുക്കുന്ന പരിപാടിയാണിതെന്ന് എല്ലാ പ്രേക്ഷകർക്കും അറിയാമല്ലോ. ജീവിത പങ്കാളികൾ ഈ ഷോയിൽ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. ഇന്നത്തെ മനം പോലെ മംഗല്യം പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ദമ്പതികളെ നമുക്ക് പരിചയപ്പെടാം. ഇദ്ദേഹം കേരളത്തിലെ സമർത്ഥനായ പോലീസ് കമ്മീഷണറും ഗായകനും മികച്ച കലാകാരനുമായ മിസ്റ്റർ സഞ്ജീവൻ IPS. അദ്ദേഹത്തിന്റെ ഭാര്യ കേരള പോലീസ് ഡയറക്ടർ ജനറലിന്റെ മകൾ മിസസ് ഗീതു സഞ്ജീവ്. അടുത്തതായി മിസ്റ്റർ വേണുഗോപാൽ. ഇദ്ദേഹം. ഇനി നമുക്ക് ഭാര്യമാർ തങ്ങളുടെ ഭർത്താക്കന്മാരെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് നോക്കാം. ആദ്യം മിസ്റ്റർ സഞ്ജീവിനെ കുറിച്ച് ഗീതു സഞ്ജീവ്. ഞാൻ വളരെ ലക്കിയാണ് സഞ്ജീവിനെ പോലെ പെർഫെക്റ്റ് ആയ ഒരു ഹസ്ബൻഡിനെ കിട്ടിയതിൽ. പോലീസ് കമ്മീഷണർ ആവുമ്പോൾ വളരെ ടഫായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ബട്ട് ഹീസ് വെരി സോഫ്റ്റ് ആൻഡ് ഫ്രണ്ട്ലി. വളരെ ക്ഷമയുള്ളവനാണ്. മൈ ഹസ്ബൻഡ് ഈസ് ഈക്വൽ ടു ഗോഡ്. അദ്ദേഹം പറയുന്നത് എന്തും ഞാൻ ഒബേ ചെയ്യും. അദ്ദേഹം ഡാം ഹെൽ ഒരു ഫാമിലി ഷോ. ആരും കാണണ്ട. എല്ലാരും പൊയ്ക്കോ പൊയ്ക്കോ. TV ഓൺ ചെയ്യടി. വേണ്ട, എനിക്ക് കാണണ്ട. നിനക്ക് കാണണമെങ്കിൽ വേണ്ട, ഇവിടെ കാണാൻ വേറെ ആൾക്കാരുണ്ട്. എന്റെ ഹസ്ബൻഡ് പറയുന്നത് എന്തും ഞാൻ ഒബേ ചെയ്യുന്നു നീ ഇപ്പൊ പറഞ്ഞല്ലേ ഉള്ളൂ. നീ എന്നെ കുറിച്ച് പറഞ്ഞത് ഇവരൊക്കെ കേക്കട്ടെ. പരസ്പര ധാരണ, അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഞങ്ങളുടെ ലൈഫിന്റെ സക്സസ്. ഞാൻ പറയുന്നത് സഞ്ജുവും സഞ്ജു പറയുന്നത് ഞാനും മനസ്സിലാക്കി പൂർണ്ണമായും സഹകരിക്കും. സഞ്ജുവിന്റെ വീട്ടിലെ അന്തരീക്ഷവുമായി എനിക്ക് പെട്ടെന്ന് തന്നെ ഇണങ്ങിച്ചേരാൻ. അടുത്തതായി ഭാര്യ ഒരു സിനിമയുടെ പേര് അഭിനയിച്ച് കാണിക്കുന്നു. ഭർത്താവ് അത് ഏത് സിനിമയാണെന്ന് പറയണം. ആദ്യം മിസസ് ജഗത വേണുഗോപാൽ. മണിച്ചിത്രത്താഴ്.
റൗഡി. ദാദാ ചട്ടമ്പി. കല്ല്. ആണി. ചട്ടമ്പി കല്ല് ആണി. ചട്ടമ്പി 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 കല്യാണി. എനിക്ക് ആലോചിക്കേണ്ടി വന്നില്ലടേ. DGP വളർത്തിയ അൽസേഷൻ നായാന്ന് എനിക്ക് പറയാൻ തോന്നിയത്. TV കാണണ്ടെന്ന് പറഞ്ഞപ്പോ ഏയ്, മാറി അങ്ങോട്ട്. You, സഞ്ജു. മര്യാദയ്ക്ക് അവിടെ ഇരുന്ന് കണ്ടോണം. സഞ്ജു, better move. എനിക്ക് TV off ചെയ്യണം. എടി, പോടി അങ്ങോട്ട്. എന്താണ് സത്യം അത്? സഞ്ജു, I'll become mad. മിണ്ടി പോരുത്. You bloody idiot. Shut up, you. പോടി അങ്ങോട്ട്. എന്താ കാണിക്കുന്നത്? Leave me. അതാണ് കേരളത്തിലെ ദാമ്പത്യ ബന്ധത്തിന്റെ പ്രത്യേകത. മനഃപൂർവ്വമുള്ള അടുത്ത ബന്ധം. ഏയ്, സഞ്ജു. കേറി പോടി അങ്ങോട്ട്. പരസ്പരം മനസ്സിലാക്കാതിരിക്കലാണ് പലപ്പോഴും ദാമ്പത്യത്തിൽ ഏറ്റവും വലിയ കീറാമുട്ടി. അയലത്ത് സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ വന്ന് താമസം ആരംഭിച്ചാൽ വെറും സംശയത്തിന്റെ പേരിൽ ഭാര്യ കിടപ്പ് മുന്നിട്ട് പൂട്ടിയിട്ട് ഓഫീസിൽ പോകുന്ന ഭർത്താക്കന്മാരുണ്ട്. ഈ പറഞ്ഞതൊന്നും നിങ്ങളെ ഉദ്ദേശിച്ചല്ല. എന്ത് പറ്റി സാർ? എന്റെ അടിയൊക്കെ അവള് തടഞ്ഞു കളഞ്ഞു. ഓഹോ. അവള് കറാട്ടെ ബ്ലാക്ക് ബെൽറ്റാ. മാഡം സാറിനിട്ട് ചാർത്തിയോ? സാർ, സത്യത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത്? അത് ഞാൻ എന്നോട് പറഞ്ഞില്ലേ? ഒന്ന് വ്യക്തമാക്കി തരൂ. ഇപ്പൊ മനസ്സിലായോ? ഇതാണ് സംഭവിച്ചത്. ഒരു മേലുദ്യോഗസ്ഥന്റെ പേഴ്സണൽ അഫയേഴ്സിൽ കീഴുദ്യോഗസ്ഥൻ ഇടപെടണ്ട. അണ്ടർസ്റ്റാൻഡ്? സാർ, ഈ കഥക് തുറക്കുന്നുണ്ടോ? അങ്ങനെ ഇന്നത്തെ മത്സരങ്ങളെല്ലാം അവസാനിച്ചിരിക്കുകയാണ്. സ്നേഹം, പരസ്പര ധാരണ, ഐക്യം എന്നീ രംഗങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് മിസ്റ്റർ സഞ്ജീവൻ, മിസ്സസ് സഞ്ജീവൻ. അവർക്കുള്ള സുപ്രിയ ടിവിയുടെ ഉപഹാരം ഇപ്പോൾ നൽകുന്നു. അതല്ല, എന്റെ മോന്റെ കാര്യത്തിൽ സാർ എന്തെങ്കിലും ഒരു പോകുമ്പഴി ശരിയാക്കാവിടും. ആ എടോ, തന്റെ ശ്രീമതി എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അത് ചോദിക്കാനാ സാർ തന്നെ വിളിപ്പിച്ചത്. ആ ചൂട് ദാസപ്പനും എത്തിയിട്ടുണ്ട്. വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തോണം. ഓക്കെ, വാ. അയാളെ കാസർകോട്ടേക്ക് സ്ഥലം മാറ്റണം. ഗീതമോള് വീട്ടിൽ വന്ന് കുറെ കാലം സ്വസ്ഥമായിട്ട് കഴിയട്ടെ. അല്ലെങ്കിൽ വിവാഹമോചനം. രണ്ടിലൊന്നിന്ന് സൂര്യാസ്തമിക്കുന്നതിന് മുമ്പ്. ദാസപ്പനങ്കിൾ, എന്താ സഞ്ജീവ ഇത്? ഗുരുത്വമൊക്കെ മനസ്സിലിരുന്നാ പോരെ? അമ്മോനിരിക്കി ഇരിക്കടോ. ഓ എടോ, താൻ ഗീതുവിനെ വേപ്പമ്പട്ട കഷായം കുടിപ്പിച്ചെന്നോ? ഇങ്ങോട്ട് വിളിപ്പിച്ചപ്പോഴേ എനിക്ക് തോന്നി സംഗതി അൺഒഫീഷ്യൽ ആണെന്ന്. ശരിയാണ് സാർ. ഒരു കുഞ്ഞുണ്ടാവുന്നതിന് മുമ്പ് സ്ത്രീകൾക്ക് രക്തശുദ്ധി വരുത്തുന്നത് നല്ലതാണെന്ന് എന്റെ ഒരു സുഹൃത്ത് ആയുർവേദ ഡോക്ടർ പറഞ്ഞു. അഷ്ടാംഗ ഹൃദയത്തിൽ അതിനെക്കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട് അത്രേ. ശരിയാണ്, ഞാനത് വായിച്ചു തോർക്കുന്നു. അഷ്ടാംഗ ഹൃദയമാണോ ഐതിഹ്യമലയാണോ? അഷ്ടാംഗ ഹൃദയം തന്നെ അങ്കിൾ. ആ ഞാൻ പരാതി പറയുകയല്ല. സ്കൂളിൽ എന്തോ സ്കൂളിൽ ചെന്നപ്പോ HM ഒരേ നിർബന്ധം, ഈശ്വര പ്രാർത്ഥന ഐശ്വര്യമുള്ള ഒരു നാവിൽ നിന്ന് തന്നെ വരണമെന്ന്. DGPയുടെ മോള് ഈശ്വര പ്രാർത്ഥന ചൊല്ലുന്നത് അവർക്ക് അഭിമാനം അത്രേ. പിന്നെ ഞാൻ എതിരെ നിന്നില്ല. അതിലെന്തെങ്കിലും തെറ്റ്? ഇല്ല ഇല്ല ഇല്ല. പക്ഷേ ഗീതു മൈക്കിന്റെ മുമ്പിൽ ചെന്ന് നിന്നപ്പോഴാണ് മലയാളം എഴുതാനും വായിക്കാൻ അറിയില്ല എന്ന് മനസ്സിലായത്. കൊച്ചുകുട്ടികളല്ലേ, അവരെന്തോ ശബ്ദം ഉണ്ടാക്കി. കൊച്ചുകുട്ടികൾക്ക് അതൊരു രസമാ. കൂ എന്നൊരു ശബ്ദമേ അവർക്ക് അറിയാവൂ. അല്ല, അളിയനെ കുറിച്ച് എന്തോ പറഞ്ഞപ്പോ നിന്റെ ഡാഡിയുടെ തല എന്നോ മറ്റോ സഞ്ജീവൻ. അയ്യോ, പറഞ്ഞു. നമ്മൾ ഈ മഹാന്മാരെ പുകഴ്ത്തി പറയുമ്പോ ഷേക്സ്പിയറുടെ തല, കാളിദാസന്റെ തല, ഐൻസ്റ്റീന്റെ തല എന്നൊക്കെ പറയാറില്ലേ? അതേപോലെ സാറിനെ കുറിച്ച് എന്തോ പറഞ്ഞു വന്നപ്പോ സാറിന്റെ ഒരു തല എന്ന് ഞാൻ പറഞ്ഞു. നേരാ, നാളെ ദാസപ്പനങ്ങളുടെ കുറിച്ച് പറയുമ്പോഴും ഞാൻ പറയും ദാസപ്പനങ്ങളുടെ തല. ഓ, ആ തല. അളിയൻ കരുതി മറ്റേ തലയെന്നല്ലേ? മിണ്ടായിട്ടോ. പക്ഷേ അങ്കിൾ ഒരു കാര്യം എന്നെ വിളിച്ചു. എന്താ സഞ്ജീവൻ? ഗീതു കറാട്ടെ പഠിച്ചിട്ടുണ്ടല്ലേ? ബ്ലാക്ക് ബെൽറ്റാ. അയ്യോ, അതല്ലേ കുഴപ്പമായത്.
അച്ഛനൊരു മർമ്മവിദഗ്ധനാണ്. എന്നിട്ട് പോലും അവൾ അച്ഛനെ അടിച്ച് ചുരുട്ടിക്കളഞ്ഞു. ശിവ ശിവ, ഒന്നുമില്ലെങ്കിലും പ്രായത്തെങ്കിലും മാനിക്കണ്ടേ? അവളുടെ മോന്ത കുറ്റിക്കൊണ്ടൊന്നും കൊടുക്കാമായിരുന്നില്ല നിനക്ക്? അങ്കിളിനെയും DGP അദ്ദേഹത്തെ ഓർത്തപ്പോ എനിക്കതിന് മനസ്സ് വന്നില്ല. ആ കേട്ടില്ലേ സാർ, വാസ്തവസ്ഥിതി പുറത്തു വന്നപ്പോൾ വാദി പ്രതിയായത് കണ്ടു. എനിക്ക് പോയിട്ട് അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്നാ ഞാനങ്ങോട്ട്. ആയിക്കോട്ടെ. എനിക്കെന്തോ എല്ലാം കൂടി കേട്ടപ്പോ വിഷമം തോന്നി. അതുകൊണ്ടാ സഞ്ജീവനെ വിളിപ്പിച്ചത്. എന്തായാലും സഞ്ജീവന്റെ അച്ഛനെ അവൾ ഉപദ്രവിച്ചെങ്കിൽ ഞാൻ മാപ്പി വയ്ക്കുന്നു. അയ്യോ, അതൊന്നും വേണ്ട അങ്കിൾ. ദാസപ്പനങ്കിളുടെയും തെറ്റിദ്ധാരണകളൊക്കെ മാറിക്കാണുമല്ലോ. അനുഗ്രഹം ഉണ്ടാവണം. എന്താ ഇത്? നീ എനിക്ക് പിറക്കാതെ പോയ മോനാണടാ. ഞാൻ പറഞ്ഞതൊക്കെ DGP ഞങ്ങൾ വിശ്വസിച്ചു കാണുമല്ലോ. ആ വിശ്വസിച്ച മട്ടാ കാണുന്നേ. താനാ പുളുന്ന ദാസപ്പനെ വരെ ഒതുക്കി കളഞ്ഞില്ലേ? എടോ, തന്റെ ഭാര്യയുടെ ചില രീതികളെ പറ്റി കേൾക്കുമ്പോ സരസകവി മൂലൂരിന്റെ രണ്ടുപേരെ കവിതകളായിരിക്കും ഓർമ്മ വരുന്നേ. ആണല്ല പെണ്ണല്ല, അടിപൊളി വേഷം. ഇത് മൂലൂർ എഴുതിയൊന്നും അല്ല സാർ. തനിക്ക് എങ്ങനെ അറിയാം? അടിപൊളി എന്നുള്ള വാക്ക് ഇപ്പോഴത്തെ ചെത്ത് പിള്ളേര് കൊണ്ടുവന്ന മൂലൂരിന്റെ കാലത്ത് അതൊന്നും ഉണ്ടായിരുന്നില്ല. സത്യത്തിൽ ഈ കവിത എഴുതിയത് ആരാണ് സാർ? താൻ ഇടുക്കുള്ള ഇട്ടൂപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? അത് സാറല്ലേ? എന്നാ ഞാൻ എഴുതിയതാ. അതേടോ, മുമ്പ് ഞാൻ പാടിയിട്ടുള്ള സകല കവിതകളും എന്റെ വരികൾ തന്നെ. ആശാനെന്നോ കുട്ടവത്തോ എന്നൊക്കെ പറഞ്ഞാലല്ലേ താനൊക്കെ ശ്രദ്ധിക്കൂ. സാർ ആള് കൊള്ളാമല്ലോ. മഹാകവി ഇടുക്കുള്ള ഇട്ടു. ഞാൻ എന്ത് പറഞ്ഞിട്ട് മമ്മിയും ഡാഡിയും വിശ്വസിക്കുന്നില്ല. എന്റെ പക്ഷം പറയാൻ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു, ദാസപ്പൻ അങ്കിൾ. IPS ഒന്ന് കാല് തൊട്ട് തൊഴുതാ മതി, അങ്കിളും കാല് മാറും. മാറ്റി കേട്ടിട്ട് തൊഴിൽ പൊളിയുന്നു. ഒരു പുരുഷന് ഇത്ര ചീപ്പാവാമോ? ആഫ്റ്റർ ഹീസ് എ കമ്മീഷണർ. പൂവ ഗേൾ. ഞാൻ ഗീതുവിനെ കുറ്റം പറയൂ. നമ്മൾ സ്ത്രീകൾ ഇത്രയൊക്കെ പീഡനം സഹിച്ച് അടിമകളെ പോലെ കഴിയേണ്ട കാര്യമുണ്ടോ? പുരുഷന്മാർക്ക് എന്താ കൊമ്പുണ്ടോ? Why can't you file a suit? അതൊന്നും വേണ്ട. ഗീതു കുറച്ചു ദിവസം ഗീതുവിന്റെ വീട്ടിൽ പോയി നിൽക്കൂ. അപ്പോഴേക്കും സഞ്ജീവിന്റെ മൂടൊന്നും മാറിക്കിട്ടും. അത് വേണ്ട. രണ്ടിലൊന്ന് അറിഞ്ഞേ ഞാൻ പോകൂ. ഒന്നുകിൽ അവിടെ കിടന്ന് ഞാൻ മരിക്കും, അല്ലെങ്കിൽ അയാളെ ഞാൻ തട്ടും. ആ കിഴവൻ തന്തയുടെ അവളുമാരുടെയും മുന്നിലിട്ട്. നോ 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 നോ, കുട്ടി ആരും കൊല്ലാനും ചാകാനും ഒന്നും പോകണ്ട. ഞങ്ങൾ അയാളോടും സംസാരിക്കട്ടെ. വലിയ തന്ത്രജ്ഞനാ. പലതും പറഞ്ഞ് മയക്കി അയാൾ തന്റെ ഭാഗം ന്യായീകരിക്കാൻ നോക്കും. ചിലപ്പോ കാല് പിടിച്ചെന്നും വരും. ഞങ്ങൾ അങ്ങനെ കാല് പിടിച്ചാലൊന്നും വീഴില്ല. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. കുട്ടി ധൈര്യമായിട്ട് പൊക്കോളൂ. പോയിക്കോളൂ മോളെ. പ്രസിഡന്റെ, പല പുരുഷന്മാരെ ഇവിടെ വരുത്തി മുട്ടുകുത്തിച്ചിട്ടുള്ളവരാ നമ്മള്. ഒരു പോലീസ് കമ്മീഷണർ ആദ്യമായിട്ടാ. ഈ കേസ് പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് എടുക്കണം. ഗീതു എനിക്ക് വേണ്ടപ്പെട്ട കുട്ടിയാ. അതുകൊണ്ട് അവളെ ഫേവർ ചെയ്ത് തന്നെ സംസാരിക്കണം. നമുക്ക് അങ്ങോട്ട് പോകാം. കമ്മീഷണർ ഒരു ചൂടനാ, എന്നാലും ഒന്ന് വിരട്ടി നോക്കാം. നിങ്ങൾ ഗീതുവിനെ സ്റ്റേജിൽ കയറ്റി നിർത്തി കൂവിച്ചു എന്നത് ശരിയാണോ? പിന്നെ എന്തൊരു കൂവലായിരുന്നു. മാഡം ഒന്ന് കേൾക്കണമായിരുന്നു. നിങ്ങൾ ഗീതുവുമായി മൽപ്പിടുത്തം നടത്തിയെന്ന് സത്യമാണോ? അതും സത്യമാണ്. ഓ, അന്നത്തെ കരാട്ടെ കേസ് അത് ഞാനും കണ്ടതാ. കോൺസ്റ്റബിൾ, കീപ് ക്വയറ്റ്. നിങ്ങൾ ഗീതുവിനെ വൈപ്പിൻ പറ്റ കഷായം കുടിപ്പിച്ചോ? വൈപ്പിൻ പറ്റ അല്ല മാഡം, വേപ്പിൻ പട്ട. ഈ കോൺസ്റ്റബിളിനെ പുറത്താക്കൂ. യെസ് സർ. കഷായം കുടിപ്പിച്ചു മാഡം. 12 കുപ്പി വാങ്ങി. 9 കുപ്പി വരെ കുടിപ്പിച്ചു. ബാക്കി 3 കുപ്പിയുണ്ട്. അത് വേണേ മാഡത്തിന് തന്നേക്കാം. പൈസ തരണ്ട. ഓഹോ, അപ്പൊ നിങ്ങൾ കുറ്റം സമ്മതിക്കുക മാത്രമല്ല, അതൊക്കെ ക്രെഡിറ്റായി ഭാവിക്കുകയും ചെയ്യുന്നു. ഇനി എന്ത് വേണമെന്ന് ഞങ്ങൾക്കറിയാം. മാഡം, ഒരു നിമിഷം ഒന്നിങ്ങ് വന്നേ. ഒരു സ്വകാര്യം പറയാനുണ്ട്. മാഡം വരണം. ഒരു കുടുംബ ജീവിതത്തിന്റെ വിജയത്തിന് അത്യാവശ്യം വേണ്ടത് എന്തൊക്കെയാ മാഡം? നിങ്ങൾ എന്താ പ്രതികളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് പോലെ? ഞങ്ങൾ ആരാന്നറിയോ? ഞങ്ങൾ വിചാരിച്ചാൽ അറിയാം, നല്ലോണം അറിയാം. എങ്കിലും എന്റെ ചോദ്യത്തിന് ഒരു ഉത്തരം. കുടുംബജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടത് പരസ്പര സ്നേഹം, ഐക്യം, സഹവർത്തിത്വം, വിശ്വാസം. ഇത്ര മതിയോ? ഇനിയൊന്നുകൂടെ ബാക്കിയില്ലേ? ഈ ജീവശാസ്ത്രപരമായിട്ടുള്ളൊരു അതെ അതെ, അത് തന്നെ. അത് വേണമല്ലോ. പിന്നെ തീർച്ചയായിട്ടും വേണമല്ലോ. വേണം, നിർബന്ധമായിട്ടും വേണമല്ലോ. സംശയം എന്താ? അതല്ലേ ദാമ്പത്യ ബന്ധത്തിന്റെ അടിസ്ഥാന ഘടകം. ഓ, എങ്കിൽ എന്റെ ജീവിതത്തിൽ കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ടേ അതേന്ന് ലില്ലിക്കുട്ടി, മിസ്സസ് നായരെ, നമുക്ക് കേസ് വിടാം. എന്താ പ്രസിഡന്റ്? അയ്യേ, അയാളൊരു മാതിരി നാണോ മാനോ ഇല്ലാത്ത മനുഷ്യൻ. അയ്യേ അയ്യേ, എന്താ വേഗം വാ.
വനിതാ വിമോചന മുന്നണിക്കാർക്ക് പരാതി കൊടുത്തിരിക്കുന്നു. പോലീസ് കമ്മീഷണല്ലേ, ഒരു ഇഷ്യൂ ഉണ്ടാക്കി കരി തേച്ച് കാണിക്കാന്ന് വിചാരിച്ചു. പീഡനം പീഡനം ചീറ്റിപ്പോയി. എടി, അടക്കവും ഒതുക്കവും സംസ്കാരവും ഒക്കെ ഉള്ള സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ വനിതാ വിമോചന മുന്നണി. അല്ലാതെ നിന്നെ പോലെ ഭർത്താവിന്റെയും വീട്ടുകാരുടെയും മെക്കിട്ട് കയറുന്ന തന്റെ ഇടകളെയും താന്തോന്നികളെയും രക്ഷിക്കാനുള്ളതല്ല. ഞാൻ കാര്യം പറഞ്ഞപ്പോ അവർക്ക് മനസ്സിലായി, നിന്നെ പോലെ വിവരം കെട്ടവരല്ല അവര്. ഭാര്യയുടെ പീഡനമേറ്റ് കഴിയുന്ന എന്നെ പോലുള്ള ഭർത്താക്കന്മാരെ രക്ഷിക്കാൻ ഇവിടെ ഒരു മുന്നണി ഇല്ലാതായി പോയല്ലോ. ഒരെണ്ണം ഉണ്ടാക്കണം. പോണ പോക്ക് കണ്ടില്ലേ? എന്താ ഏട്ടാ ഇത്? ഇനിയെങ്കിലും ഏട്ടത്തി ഒന്ന് വെറുതെ വിട്ടൂടെ? വെറുതെ വിടാൻ അസുര വിത്ത. എല്ലാം ഒരു നിമിഷം കൊണ്ട് അടക്കാൻ ഒരു വഴിയുണ്ട്. പക്ഷേ അതല്പം കടന്ന കയ്യായി പോകും. എന്തായാലും നിങ്ങളുടെ ഈ പൊരുത്തക്കേടും വാശിയൊന്നും ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. പക്വതെത്താത്ത കുട്ടിയല്ലേ, ഞാൻ അവളൊന്ന് ഉപദേശിക്കാം. എന്തോ ഇനി അച്ഛന്റെ ഒരു ഉപദേശത്തിന്റെ കുറവും കൂടിയേ ഉള്ളൂ. അവള് അച്ഛനെ വിളിക്കുന്നത് എന്താണെന്നറിയോ? അഗ്ലി ഓൾഡ് മാൻ. അതിന്റെ അർത്ഥം റിട്ടയർഡ് HCക്ക് മനസ്സിലാവുമല്ലോ. അതൊക്കെ ദൈവം ചോദിച്ചോളും. എവിടെ, ദൈവത്തിന് പോലും അവളെ പേടിയാ. ഇതൊക്കെ എന്തിന്റെ തകരാറാണെന്നറിയാമോ? മഹാകവി ഇട്ടു പിടിക്കുള പാടിയ പോലെ ആണല്ല പെണ്ണല്ല അട്ടിപ്പൊള്ളി വേഷം. മോളെ, ഡാഡി, മമ്മി. പെട്ടെന്ന് വരണമെന്ന് മോള് വിളിച്ചു പറഞ്ഞുകൊണ്ടാ ഇപ്പൊ തന്നെ വന്നത്. അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. എന്താ മോളെ അകത്തൊരു പാട്ടും ബഹളമൊക്കെ? ആ ഇതൊക്കെ പറയാനാ ഡാഡിയും മമ്മി ഇങ്ങോട്ട് വിളിച്ചത്. എന്തായാലും പാട്ട് നിങ്ങളും കേട്ടല്ലോ, ഭാഗ്യം. വന്ന് നിൽക്കുന്നുണ്ടല്ലേ കാന്താരികള്. ന്യൂസ് പിടിക്കാനാ ഇവളുമാരെ സഞ്ജുവിനെ മിസ്ലീഡ് ചെയ്യുന്നത്. മർമ്മത്തിന്റെ ഒരു നിപ്പ് കണ്ടില്ലേ? അയാൾ ഇപ്പൊ കുടിയൊക്കെ നിർത്തി അവരുടെ കൂടെ കൂടിയിരിക്കുക. ദുഷ്ടനാ. സഞ്ജീവൻ എവിടെ? അദ്ദേഹമല്ലേ ഗാനമേളയുടെ ലീഡർ. അടുത്തത് കമ്പോസ് ചെയ്യായിരിക്കും. ഇവിടെ നിന്നോ? മക്കളെ, കുട്ടികളെ ഇതൊക്കെ പഠിപ്പിച്ചു വെച്ചിരിക്കണം. ഇതൊക്കെ നമ്പറാ ഡാഡി. എന്താ സഞ്ജീവ ഇതൊക്കെ? ഇത് ഞങ്ങളുടെ കുടുംബത്തിൽ തലമുറകളായിട്ടുള്ള ശീലമാണ് സാർ. അച്ഛൻ പഠിപ്പിച്ചതാ. ഏറ്റവും ആദരിക്കേണ്ടവരെ കണ്ടാൽ വന്ദിക്കണമെന്ന്. നോക്കി നിൽക്കുന്നു. അങ്കിളിന് ആന്റിക്ക് ചായ കൊടുക്ക്. സദാനന്ദ, ഡ്രംസും ക്ലാർനെറ്റും ഒക്കെ ആയിട്ട് എല്ലാം ഡിപ്പാർട്ട്മെന്റുകാരാണല്ലോ. എന്താടോ ഇതൊക്കെ? ഒരു ഗാനമേളയുടെ റിഹേഴ്സൽ ഉണ്ടായിരുന്നു സാർ. പോലീസുകാരൊക്കെ ഡ്യൂട്ടി സമയത്ത് പാട്ടും കൂത്തുമായിട്ട് കൂടിയാല് അതും കമ്മീഷണർ നേതൃത്വത്തിൽ. നടക്കട്ടെ. ഇനി ഞങ്ങൾ വന്ന കാര്യം പറയാം. നിങ്ങൾ തന്നെ അങ്ങ് പറഞ്ഞാ മതി. സഞ്ജീവനോട് നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാ ഞങ്ങളുടെ വിവാഹ ജീവിതത്തിന്റെ സിൽവർ ജൂബിലി. ഞാൻ ഇവളെ എന്നെയും സഹിക്കാൻ തുടങ്ങിയിട്ട് 25 വർഷം തികയുന്നു. ഈ വിവാഹ വാർഷികം നമുക്കൊരു ചരിത്ര സംഭവം തന്നെയാക്കണം. എന്താ ചെയ്തു? ഇത് മുഖസ്തുതിയാ. മറ്റേ പ്രശ്നം കൂടി ചോദിക്കട്ടെ. എന്താടോ സഞ്ജീവ, നിങ്ങളുടെ പ്രശ്നങ്ങളൊന്നും തീർന്നില്ല? ഏയ്, ഞങ്ങൾ തമ്മിൽ പ്രശ്നമോ? ഒരു പ്രശ്നമില്ല സാർ. അച്ഛൻ തന്നെ പറ, ഞാനും ഗീതവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വാ 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 വാ. മക്കളെ, നിങ്ങൾ മേട്ടത്തിൽ തമ്മിൽ വല്ല പോരും ഉണ്ടോ? ഏയ്, ഒന്നുമില്ല. കേട്ടില്ലേ, ഇവിടെ എല്ലാവർക്കും എല്ലാരോടും സ്നേഹവും വിശ്വാസവുമാ. ദാ കമ്പ്യൂട്ടറെ ചായ. താങ്ക് യു. അങ്കിളും ആന്റി ഞങ്ങളുടെ മനം പോലെ മംഗല്യം പരിപാടി ടിവിയിൽ വന്ന് കേട്ടിരുന്നോ? കണ്ടിരുന്നു. അതിൽ ഗീതു പറഞ്ഞ് ശ്രദ്ധിച്ചു കാണുമല്ലോ. എന്റെ ഭർത്താവ് ഭയങ്കര സോഫ്റ്റ് ആണ്, ഫ്രണ്ട്ലി ആണ്, ദൈവമാണെന്നൊക്കെ. അതുപോലെ തന്നെ അങ്കിൾ ഞങ്ങളുടെ ജീവിതവും അല്ലേ അച്ഛാ? അതെ അതെ, ആ മനം പോലെ മംഗല്യം പരിപാടി ടിവിയിൽ വന്നപ്പോ സാറ് ഇവിടെ വരണമായിരുന്നു. സഞ്ജീവനും ഗീതുവും തമ്മിൽ അടി പിടി. അല്ല, അവർ അടുത്തടുത്തിരുന്ന് സംസാരവും കളിയും ചിരിയും നേരമ്പോക്കും. ഡാഡി, എനിക്കിവിടെ ബോറടിക്കുന്നല്ലേ? ഈ വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞ ഉടനെ ഞാനും ഗീതും കൂടി ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുക അങ്കിൾ. പഴനി, കാശി, രാമേശ്വരം, തിരുപ്പറക്കുണ്ട്രം വഴി തിരുപ്പതിയിലെത്തി രണ്ടുപേരും കൂടി മൊട്ടയടിച്ച് മടങ്ങും. അങ്ങനെ 10 ദിവസത്തെ ജോളി ട്രിപ്പ്. ഭഗവാനെ, ഡാഡി, ഇത് വെറുതെ പണം ചെലവാക്കണ്ടെന്നാ ഇവള് പറയണത്. ഓ, ഇങ്ങനെ ഒരു പിശുക്കി. അവര് തമ്മിൽ പ്രശ്നമൊന്നും ഇല്ലെന്നേ. കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അപ്പോ വിവാഹ വാർഷികത്തിന് എല്ലാരും വരണം. ഗോപാലപിള്ളേ, മക്കളെ കൂട്ടി നേരത്തെ വന്നേക്കണം. വിവാഹ വാർഷികത്തിന് ഇനി കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ. ഇത് വേണമെങ്കിൽ അഡ്വാൻസ് ആയിട്ട് അവിടെ വന്ന് നിന്നോട്ടെങ്കിൽ. വേണ്ട, വെഡിങ് ആനിവേഴ്സറിക്ക് നമ്മൾ ഒരുമിച്ചേ പോകുന്നുള്ളൂ. കേട്ടില്ലേ, കുട്ടന്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ തന്നെ. അപ്പോ വാർഷികത്തിന് ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് എത്തുന്നു. സഞ്ജീവൻ, ഒന്ന് വന്നേ. സാർ,
താൻ കമ്മീഷണർ ആണെങ്കിൽ ഞാൻ DGP, അത് ഓർമ്മ വേണം. തന്റെ പ്രകടനം മൊത്തം ഞാൻ അങ്ങ് വിശ്വസിച്ചിട്ടൊന്നുമില്ല. സർ, നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ പുകയുന്നുണ്ട്. അല്ല സാർ, അങ്ങനെ എടുത്തു പറയത്തക്ക ഒരു... മനസ്സിലായി. ഞാൻ വന്നപ്പോ ഒരു പാട്ട് കേട്ടല്ലോ, നന്നായിരുന്നു. എന്താ അത്? ഒന്ന് മുളിക്ക്. ആണല്ല പെണ്ണല്ല, അടിപൊളി വേഷം, പെണ്ണായ. വെരി ഗുഡ്. പോലീസ് ഓഫീസറും മകളും ഒക്കെ ആണല്ലോ കഥാപാത്രങ്ങൾ. താൻ വലിയൊരു കവിയും കൂടെ ആണല്ലേ? അയ്യോ സാർ, ഇത് ഞാൻ എഴുതിയല്ല, നമ്മുടെ DIG ഇടിക്കൂടെ സാർ എഴുതിയതാ. ഓഹോ, എന്നാ ശരി. ഇന്നാണ് വെഡിങ് ആനിവേഴ്സറി. IPS മറന്നിട്ടില്ലല്ലോ. ഇത് എന്തൊരു ചോദ്യം എന്റെ ഗീതു. എനിക്കാകപ്പാടെ ഉള്ളൊരു അമ്മായിയപ്പന്റെ അമ്മായിമ്മയുടെ വിവാഹ വാർഷികം ഞാൻ മറക്കുക എന്റെ കൂട്ടാ. ഒരേ ഒരു അമ്മായിയപ്പൻ ഒരാഴ്ച മുമ്പ് പോകുന്നതായിരുന്നു അതിന്റെ ഒരു മര്യാദ. കാര്യമൊക്കെ ശരിയാ, പക്ഷേ ഭാരിച്ച ഉത്തരവാദിത്തമുള്ളൊരു പോലീസ് കമ്മീഷണർക്ക് അങ്ങനെ ഒന്നും വന്ന് നിൽക്കാൻ പറ്റില്ല മോളെ. അത് DGP അങ്കിളിന് അറിയാം. ഒരു കാര്യം ചെയ്യാം, നിന്നെ ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം, വൈകിട്ട് ഞാൻ എത്തിക്കോളാം. അത് വേണ്ട, നമ്മൾ ഒരുമിച്ചേ പോകുന്നുള്ളൂ. ഇറ്റ്സ് മൈ സ്ട്രോങ് ഡിസിഷൻ. Then okay. എന്താ? DGP അങ്കിള് ഞങ്ങളെ ക്ഷണിച്ചതാ, ഞങ്ങളും തയ്യാറായി നിൽക്കട്ടെ ഏട്ടാ. ഇതൊക്കെ എന്നോടാണോ ചോദിക്കുന്നത്? ഇവിടെ ഏട്ടത്തിയില്ലേ? ചോദിക്ക്, അനുവാദം മേടിക്ക്. ഇവരും കൂടി വന്നോട്ടെ അല്ലേ? ഓ, മർമ്മവും വന്ന് നിൽക്കുന്നുണ്ടല്ലോ, എന്താണാവോ? പിള്ളേരെയും കൂട്ടി കൃത്യമായിട്ട് അങ്ങോട്ട് എത്രേ ഗോപാലപിള്ളേ എന്നാണ് DGP അദ്ദേഹത്തിനോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാനും കൂടി. പിന്നെ അവിടെ കണ്ണ് കെട്ടാരിക്കാൻ കോലത്തിന്റെ കുറവും കൂടിയുണ്ട്. ഇത് എല്ലാരും എന്നോടാണോ ചോദിക്കുന്നത്? ഇവിടെ കമ്മീഷണറുടെ ഭാര്യയുണ്ട്, DGP അദ്ദേഹത്തിന്റെ മകളുണ്ട്, അങ്ങോട്ട് ചോദിച്ചാൽ മതി. അതാരടാ രണ്ടുപേര്? രണ്ടും ഒരാൾ തന്നെ. ദാ നിൽക്കുന്നു. മരുമോള് സമ്മതിക്കുകയാണെങ്കിൽ വന്നാ മതി. പോയിട്ട് വരട്ടെ കുട്ടാ. സഞ്ജു, ഐ എം സീരിയസ്. കൃത്യം എത്ര മണിക്ക് വരും? കൃത്യം 7 മണിക്കെത്തും. ഞാൻ വിളിച്ച് ഓർമ്മിപ്പിക്കണോ? വേണ്ടെന്നേ, എത്തും. മുമ്പൊക്കെ പറ്റിച്ച പോലെ പറ്റിക്കാനല്ലോ. അല്ല, ഉറപ്പ്. ഞാൻ ചത്തില്ലെങ്കിൽ 7 മണിക്ക് എത്തിയിരിക്കും. സമയമായല്ലോ. സാർ ഇന്ന് വെഡിങ് ആനിവേഴ്സറിക്ക് പോകണ്ടേ സാർ? പോണം. എയർപോർട്ട് പോലീസ് സ്റ്റേഷനിൽ ഒന്ന് പോയിട്ട് വേണം ഗീതുവിനും കൂട്ടി പോവാൻ. സമയമുണ്ട്. മോളെ, സഞ്ജീവൻ എത്തിയില്ലേ? ഇല്ല ഡാഡി, ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുക. കൃത്യം 7 മണിക്ക് എത്താന്നാ പറഞ്ഞത്. അവിടെ ഗസ്റ്റുകളൊക്കെ വന്നു തുടങ്ങി ഡാഡി. വന്നോണ്ടിരിക്കുന്നു. എല്ലാരും മോളെയും സഞ്ജീവനെയും അന്വേഷിക്കുന്നുണ്ട്. ഡോണ്ട് വറി ഡാഡി, ഞങ്ങൾ ഉടനെ എത്താം. വിൽ റീച്ച് സൂൺ. എന്താ സാർ, സഞ്ജീവ് പുറപ്പെട്ടില്ലേ? ഇപ്പൊ ഇങ്ങെത്തും. കാണുന്നില്ലല്ലോ. വൈകുകയാണെങ്കിൽ നമുക്കങ്ങ് പോവാൻ മോളെ, അവനങ്ങ് വരും. അങ്ങനെ പോകുന്നില്ല. 7 മണിക്ക് വരാന്ന് പ്രോമിസ് ചെയ്തിട്ടാ പോയിരിക്കുന്നത്. എന്നെ തോൽപ്പിക്കാവുന്നായിരിക്കും, അത് നടക്കില്ല. ഞാൻ ചത്തില്ലെങ്കിൽ 7 മണിക്ക് എത്തിയിരിക്കും. ഞാൻ ചത്തില്ലെങ്കിൽ 7 മണിക്ക് എത്തിയിരിക്കും. ഞാൻ ചത്തില്ലെങ്കിൽ 7 മണിക്ക് എത്തിയിരിക്കും. ഹലോ, എന്താ ഉണ്ടായത്? ഹലോ, നിങ്ങളാണ്? ഹലോ, അയ്യോ, തള്ളി കേറാതെ. ഇത് സഞ്ജീവ സാർ അല്ല, സൽപ്പേര് സദാനന്ദനാ. ദൈവമേ, അയ്യോ ഞങ്ങളുടെ ഒരേ ഒരു ചേട്ടൻ പോയേ. ബഹളം വെക്കണ്ട, ജീവൻ പോയിട്ടില്ല. സഞ്ജീവ സാറ് മരിച്ചതറിഞ്ഞ് 3 പ്രാവശ്യം ബോധം കെട്ടതാ.
നമ്മൾ അയൽവക്കക്കാരാടി. എന്റെ സാറ് മരിച്ചാലും നമ്മളോടൊപ്പം എന്നും ഉണ്ടാവും, എന്നും. അതല്ലേ സഞ്ജീവ സാർ വന്ന് നിൽക്കുന്നു. താനിത് എവിടെയായിരുന്നോ? സാർ വരുന്ന വഴിക്ക് കുരുക്കളുടെ ആൾക്കാരുമായിട്ട് ചെറിയൊരു പ്രശ്നം. എന്താ എല്ലാരും കൂടി ഇവിടെ? വെഡിങ് ആനിവേഴ്സറി ഇങ്ങോട്ട് മാറ്റിയോ സാർ? താൻ മരിച്ചെന്നാരോ ഫോൺ ചെയ്ത് അറിയിച്ചു. കാളെ പറ്റെന്ന് കേൾക്കുമ്പോ കയറെടുക്കുന്ന കുറെ പോലീസ് ഉദ്യോഗസ്ഥന്മാര് തന്നെയല്ലോ ഞാൻ ചാർജ് ഏൽപ്പിച്ചിരുന്നത്. എന്തായിരുന്നു ഫോൺ സന്ദേശം? സഞ്ജീവൻ IPS മരിച്ചുപോയി എന്ന് മാത്രം പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ഒരു സ്ത്രീയായിരുന്നു. അപ്പൊ ഒരു സ്ത്രീയാണ് വില്ലത്തി. ഇത് വാടക വീടല്ലേ? പണ്ടങ്ങോ തൂങ്ങിച്ചെത്തൊരു സ്ത്രീയുടെ ആത്മാവായിരിക്കോ ഫോൺ ചെയ്ത്?